കർത്താവിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Let the name of the Lord be glorified. 4 ദിവസത്തെ ബൈബിൾ സ്റ്റഡിയുടെ അവസാനത്തെ ദിവസത്തിലേക്ക് വന്നു. We are in the conclusion day of the 4 days of Bible study. ഇന്ന് നമുക്ക് നരകമെന്ന വിഷയം ഒന്ന് ശ്രദ്ധിക്കാം. Today we need to attend to the subject of hell. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. It's only heaven or hell. മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. Man's ultimate destiny is either heaven or it's hell. നരകം എന്ന് പറയുന്ന ഒരു സ്ഥലം വാസ്തവത്തിൽ ഉണ്ടോ? Is there a place called hell? സ്വർഗത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ കണ്ടു. We saw about heaven yesterday. ഒരു പരിധിവരെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചു. And to an extent we were able to study that. നരകത്തെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? How can we understand about hell? ശാസ്ത്രം ഒരിക്കലും നമ്മളെ ഈ വിഷയം പഠിപ്പിക്കുന്നില്ല. Science never teaches us this subject. മരണം വരെ ശാസ്ത്രത്തിന് എന്തെങ്കിലും പറയാം, അതിന്റെ ശേഷമുള്ളത് പറയുവാൻ നിവൃത്തിയില്ല. Till death, science can tell us about something, but after that, science is silent. മരണത്തിന്റെ ശേഷമുള്ളത് വേദപുസ്തകത്തിന് മാത്രമേ വെളിപ്പെടുത്താൻ It's കഴിയൂ. only in the scriptures, the Bible, we know what is after death. നരകം എന്ന വിഷയം The subject of hell. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ If you attend to what is written in the scriptures, വളരെ ഭയാനകമാണ്. it's really fearful. മനുഷ്യൻ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ചോദിക്കും. There will be a time when man will ask for a drop of water. അവിടുത്തെ അഗ്നി ഒരിക്കലും കെടുന്നില്ല. And in that the flames of fire never quench. അത് നിത്യ അഗ്നിയാണ്. It's an eternal fire. അത് നിത്യ ശിക്ഷാവിധിയാണ്. It's an eternal punishment. ഒരിക്കലും ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ നിവൃത്തിയില്ല. And never a chance to come back to God. ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പോകുമെന്ന് പറഞ്ഞാൽ It's to say, curse will leave me and go. അവര് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വിട്ടു പോയിക്കൊണ്ടിരിക്കും. Oh, they have been left away or they have been cast away from God's presence. ഈ വിഷയം ദൈവമക്കളും പഠിക്കേണ്ടത് ആവശ്യമാണ്. This subject even believers need to learn. അതിന്റെ കാരണം The reason is നമുക്ക് ലഭിച്ച രക്ഷയുടെ വലിപ്പം മനസ്സിലാവും. to understand the value of salvation that we have. ക്രൂശ് എന്തിനാണെന്നുള്ളത് മനസ്സിലാവും. We will understand why cross was. കർത്താവിനെ കൂടുതൽ നമ്മൾ സ്നേഹിക്കും. We will love our Lord more. Secondly, നമ്മൾ ഈ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കാനാകുന്നതും ശ്രമിക്കും. And we will be more eager to share this gospel to others. കാരണം അതുകൊണ്ട് ഈ ശിക്ഷയെക്കുറിച്ച് നരകത്തെക്കുറിച്ച് മനസ്സിലാക്കണം. And that is why we need to understand this punishment or the subject of hell. നരകം, ന്യായവിധി, സ്വർഗം ഈ വിഷയങ്ങൾ ബൈബിൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. It's in only Bible this subject of hell, judgment and heaven is being mentioned and taught about. നരകം എന്ന വാക്ക് The word hell, ഗിഹെന്ന എന്ന ഗ്രീക്ക് വാക്കാണ്. it's a Greek word called Gehenna. നമ്മൾ കഴിഞ്ഞ ദിവസം ഷിയോളിനെ കുറിച്ചും ഹേഡീസിനെ കുറിച്ചും ഒക്കെ ചിന്തിച്ചു. Previous nights we meditated on Sheol and Hades. എന്നാൽ ഗിഹെന്ന എന്ന വാക്ക് പുതിയ നിയമത്തിൽ 12 പ്രാവശ്യമാണ്. It's 12 times this word Gehenna is mentioned in the New Testament. 11 പ്രാവശ്യം യേശുക്രിസ്തുവാണ് പറഞ്ഞത്. And out of that 11 times our Christ himself is referring to that. ഒരു പ്രാവശ്യം യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലുണ്ട്. Well, one time it is mentioned in James chapter 3 and verse 6. യാക്കോബ് 3:6 ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഗിഹെന്ന എന്ന വാക്ക്, നിത്യാഗ്നി എന്ന വാക്ക് ഉപയോഗിച്ചത് യേശുക്രിസ്തുവാണ്. And apart from that one mentioning in James, all the other mentioning is by our Lord Jesus Christ. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? Why did God mention like that? യേശുക്രിസ്തുവാണ് അത് സൃഷ്ടിച്ചത്. Because it is He Himself who created that. ക്രിസ്തുവാണോ നരകം സൃഷ്ടിച്ചത്? Is Lord the one who created hell? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം Colossians chapter 1. 15-16 വാക്യം. If you read 15 and 16, ദൃശ്യമായതും അദൃശ്യമായതും എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണെന്ന് അവിടെ രേഖപ്പെടുത്തി. it's very clearly saying that the visible and the invisible are both created by Lord Himself. ആ കർത്താവിനെ കൂടാതെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. And without Him nothing has been created. എന്തിനാണ് ഇത്ര ഭയാനകമായി ഇത് സൃഷ്ടിച്ചത്? Oh, why did He create such a thing so fearful? റോമലേഖനം 9-ാം അധ്യായത്തിൽ Romans chapter 9. നമ്മൾ അവിടെ വായിക്കുന്നു, ദൈവത്തിന്റെ കോപം കാണിപ്പാൻ
to show the wrath of God, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ, to reveal the power of God. ആരുടെ കോപമാണ്? Whose wrath it is? ദൈവത്തിന്റെ കോപമാണ്. It is the wrath of God. രാജാവിന്റെ കോപം സിംഹഗർജനം പോലെയാണെന്ന് സദൃശവാക്യത്തിൽ വായിക്കുന്നു. Oh, it's in Ecclesiastes we say that the wrath of God is like a roaring of lion. Wrath of a king. The wrath of king is like a roaring of a lion. ഒരു രാജാവിന്റെ കോപം സിംഹഗർജനം പോലെയാണ്. Oh, it's like The roaring of a king, the terror of a king is like the roaring of a lion. അങ്ങനെയാണെങ്കിൽ If that is so, സർവശക്തനായ ദൈവത്തിന്റെ കോപം എങ്ങനെയാണ്? then how is the wrath of the mighty God? നെബൂഖദ്നേസർ രാജാവ് കൽപ്പന കൊടുത്തു. There was a commandment by King Nebuchadnezzar. ആ ബിംബത്തെ നമസ്കരിക്കാത്തവരെ തീച്ചൂളയിടും. And he said that those who do not bow down before that idol will be put in furnace. 3 പേരെ പിടിച്ചോണ്ട് വന്നു. 3 people were caught. അവര് നമസ്കരിക്കുന്നില്ല. They are not going down. രാജാവ് അവരെ പിടിച്ചിട്ടില്ല. And king did not put them in. രാജാവ് എന്താ ചെയ്തത്? What did he do? ആ തീച്ചൂളയുടെ ചൂട് 7 ഇരട്ടി കൂട്ടി. He is increasing the heat 7 times of that furnace. അതിന്റെ ശേഷമാണ് തീയിലിട്ടത്. And after that he is putting these 3 persons. എന്താ കാരണം? What is the reason? രാജാവിന്റെ കോപം. Because it is the wrath of the king. അങ്ങനെയാണെങ്കിൽ If that is so, സർവശക്തനായ ദൈവത്തിന്റെ കോപം കാണിപ്പാൻ ഒരുക്കിയ സ്ഥലം എങ്ങനെയിരിക്കും? then we can just imagine how the place to reveal the wrath of the mighty God, what the place will be. ഭയാനകമായിരിക്കും. Oh, it will be so much. അത് യേശുക്രിസ്തുവാണ് സൃഷ്ടിച്ചത്. And it is Lord himself who created. ക്രിസ്തുവിന് അത് അറിയാവുന്നത് കൊണ്ടാണ് അതിന്റെ ഭയങ്കരത്വം ക്രൂശിൽ വന്ന് നമ്മെ വിടുവിക്കാൻ വേണ്ടി മരിക്കുന്നത്. Because he himself knew the fearful or the consequences is so grave that he came down to cross to save us. അതുകൊണ്ടാണ് ക്രിസ്തു നരകത്തെ കുറിച്ച് 12 പ്രാവശ്യത്തിൽ പുതിയ നിയമത്തിൽ 11 പ്രാവശ്യവും പഠിപ്പിച്ചിരിക്കുന്നത്. And that is why in the scripture 12 times and 11 times Lord himself is referring about hell. എനിക്ക് ആ വാക്യങ്ങളെല്ലാം എടുക്കണമെന്നുണ്ട്. I would like to take all the 11 verses. എന്നാൽ ആ ഭാഗത്തിലേക്ക് ഞാൻ പോകാതെ But without going into those verses, ഒറ്റ വാക്കിൽ അത് അവസാനിപ്പിക്കട്ടെ. I would like to take just one verse. യേശുക്രിസ്തു he was a hell preacher. He was a hell preacher. അവൻ നരകത്തെ കുറിച്ച് പ്രസംഗിച്ചവനാണ്. He is the one who preached about hell. മർക്കോസിന്റെ സുവിശേഷം Gospel of Mark, അതിന്റെ 9-ാമത്തെ അധ്യായം. chapter 9. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം. Mark chapter 9. അവിടെ മൊത്തം വായിക്കേണ്ട 43 തൊട്ട് 49 വരെ വായിച്ചാൽ, If you read from 43 to 49, അവിടെ കർത്താവ് 3 പ്രാവശ്യം കെടാത്ത തീയായ നരകമെന്ന് ഉപയോഗിച്ചു. there are 3 times he is referring to the fire that will not quench. നിങ്ങൾക്ക് തടസ്സം നിങ്ങളുടെ കൈകളാണെങ്കിൽ അതിനെ വെട്ടിക്കളയണം. It says that if your hands are the ones which is the cause, you need to cut it off. സ്വർഗ്ഗത്തിൽ പോകാൻ കണ്ണാണ് തടസ്സമെങ്കിൽ അത് പറിച്ചു കളയാൻ പറഞ്ഞു. And if you do enter into the kingdom of God, if eye is the hindrance, then you need to pluck it out. കർത്താവ് പറഞ്ഞു ഒരു കണ്ണുള്ളവനായി ജീവിക്കുന്നതാണ് നല്ലത്. It says it is better to have one eye and live like that. എന്താ കാരണം? What is the reason? അത്ര ഭയങ്കരമാണ് നരകം. Because that much fearful is the hell. ഒരു മനുഷ്യനും കൈയും കാലും കണ്ണും ഒന്നും വെട്ടിക്കളയാൻ ആഗ്രഹിക്കില്ല. Oh, the man will never desire to cut his hands or pluck out his eyes. കർത്താവ് പറഞ്ഞു അത് ചെയ്യാൻ പറഞ്ഞു, നരകത്തിൽ പോകാതെ. Lord is saying to you, it is better you do that before instead of going into hell. നരകം അത്ര ഭയങ്കരമാണ്. You can imagine how fearful this hell is. നമ്മള് ഈ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുകയുണ്ടായി. We read in Philippians. അതായത് 3 ലോകമുണ്ടെന്ന് വായിക്കുകയുണ്ടായി. We read ഫിലിപ്പിയർ 2:10. Philippians chapter 2 and 10. ഇന്നലെ നമ്മൾ വായിച്ചു സ്വർലോകം, ഭൂലോകം, അധോലോകം. We saw that there is a heaven, there is an earth, and then underworld. Yes, under earth. ആ ഭൂമിക്കടിയിൽ അത് അധോലോകം എന്നാണ് മലയാളത്തിൽ പറഞ്ഞേക്കുന്നത്. So under the earth is referred to the concept of hell. ഒരു ചെറിയ പഠനം പെട്ടെന്ന് നടത്തിയിട്ട് ഞാൻ നരകത്തിലോട്ട് പോകാം. We like to do something exhaustive here and then move forward. ഈ അധോലോകത്തെ കുറിച്ച് ബൈബിളിൽ 4 സ്ഥലമുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. This under the earth, Bible reveals 4 different places for that. എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് കാണാൻ വയ്യാത്ത ആ അണ്ടർവേൾഡ് അധോലോകത്തിൽ 4 സ്ഥലമുണ്ടെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. The one which is invisible to us, the under the earth reference has 4 places referred in Bible. എഴുതുന്നവരെ കുറിച്ചുകൊള്ളുക. Those who are noting down can ഒന്ന് അഗാധകൂപം, ഇംഗ്ലീഷിൽ അബിസ് എന്നാ പറയും. സോറി, ഗ്രീക്കിൽ അബിസ്. The first word is abyss in Greek. അത് ബോട്ടംലെസ് പിറ്റ്. It is referred to as the bottomless pit. അടിയില്ലാ കുഴി. The bottomless pit. വെളിപ്പാട് പുസ്തകം Revelation chapter 9:1. Chapter 9 and verse 1. Revelation chapter 20. Revelation chapter 20. Verses 1 to 3. Verses 1 to 3. ലൂക്കോസിന്റെ സുവിശേഷം 8.
And Luke chapter 8, 26 to 23. 26 to 33. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, We read like that. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ സുഖപ്പെടുത്തിയപ്പോൾ When the person from the Gadarens was rescued from demon possession, അവന്റെ ശരീരത്തിൽ നിന്ന് ഭൂതങ്ങൾ പുറത്തു വന്നു. and the demons came out from his body. ആ ഭൂതങ്ങൾ പറഞ്ഞു, And the devil said like this. ഇംഗ്ലീഷിൽ വായിച്ചാൽ, If you read in English, they besought him that they would not he would not order them into abyss. He besought them that he at that moment will not order them into abyss. ഞങ്ങളെ ഈ ബോട്ടംലെസ് പിറ്റിലോട്ട് അഗാധകൂപത്തിലോട്ട് അയക്കരുത് എന്ന് അവർ അപേക്ഷിച്ചു. Oh, they are requesting that for that time not to put them in the bottomless pit. അതിന്റെ അർത്ഥം എന്താ? What is the meaning? There is no bottom. There is no bottom. എന്ന് പറഞ്ഞാൽ വീണോണ്ടിരിക്കും. You will just keep on falling. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ ഒരു സ്ഥലം, Oh, just imagine that place. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറയുന്നു. There is a place like that. ബൈബിൾ വെളിപ്പെടുത്തി അബീസ് എന്ന് പറഞ്ഞാൽ, അഗാധകൂപം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ബോട്ടംലെസ് പിറ്റ് എന്നാണ്. Oh, the scripture is very clearly revealing the bottomless pit in Greek abyss is referred to in the scriptures. രണ്ടാമത്, Second aspect, ബൈബിളിൽ അന്ധതമസ് എന്നൊരു വാക്കുണ്ട്. അന്ധതമസ്, there is a word called Tartarus. അതിന് ഗ്രീക്കിൽ ടാർട്ടറോസ് എന്നാണ്. Tartarus is the word. നമ്മള് യൂദയുടെ ലേഖനം 6-ാം വാക്യം, Jude, verse 6. 2 പത്രോസ് 2:4 വേണേ ഒരു വാക്യം വായിച്ചോ. യൂദയുടെ ലേഖനം verses 6. 6 says that, and the angels who did not keep their proper domain, Yes. but left their own abode, he has reserved in an everlasting chains under the darkness for the judgment of the great day. Yes, under the darkness. അവിടെ അന്ധതമസിന്റെ ചങ്കലയിട്ട് 2 Peter chapter 2 verses 4 ഒരു കൂട്ടം ദൂതന്മാരെ ദൈവം, പാപം ചെയ്ത ദൂതന്മാരെ ഈ സ്ഥലത്ത് പൂട്ടിയിട്ടിരിക്കുക. It says that there are a group of angels who have fallen, have been chained in this place. നമ്മൾ ഓർക്കണം, ഈ ഫോളൻ ഏഞ്ചൽസ് സാത്താന്റെ കിങ്കരന്മാര്, അവര് സ്വർലോകങ്ങളിൽ നടക്കുകയാണ്. സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേനകളാണ്. Oh, these are the fallen angels who are having dominion in this world. പക്ഷേ ഒരു കൂട്ടം ദൂതന്മാരെ അവരെ അവിടെ പൂട്ടിയിട്ടിരിക്കുക. But here we find that some of those fallen angels are chained. ഞാനത് ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. To try to research on who is this group who has been chained. Genesis chapter 6-ൽ If you turn to വായിക്കേണ്ട, നമുക്ക് അതിനൊന്നും നേരമില്ല. Genesis chapter 6, Genesis chapter 6. ആദ്യത്തെ 4 വാക്യം, If you read the first 4 words, ദൈവത്തിന്റെ പുത്രന്മാർ, it says that the sons of God, മനുഷ്യപുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് അവരോട് ബന്ധപ്പെടുന്നു. and they have a relation with the sons of men here. അന്ന് At that time, അവിടെ വായിക്കുന്നു ജയൻസ് ഉണ്ടായി. ജയൻസ്, and at that time giants were born out. മനുഷ്യനോട് ബന്ധപ്പെട്ട ജയൻസ് ഉണ്ടാകത്തില്ല. If there is a relation between man to man, then there is no giants. അത് നഫ്ലിംസ്, ജയൻസ് അന്നുണ്ടായി. And there are some huge giants that were born out. അത് ദൂതന്മാർ മനുഷ്യവേഷമെടുത്ത് സ്ത്രീകളോട് ബന്ധപ്പെട്ട് ജനിച്ചതാണ്. It is that angels came in the form of men and had relationship with women. ആ ദൂതന്മാരെ ഇന്നും അഴിച്ചുവിട്ടാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാകും. And if they are left loose, like that problem will be to even today. അവരെയാണ് ദൈവം അന്ധതമസിന്റെ ചങ്ങലയിൽ ബന്ധിച്ചിട്ടിരിക്കുന്നത്. And that is why those are the angels who are put in the chains of darkness. ന്യായവിധിക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുക. They have been reserved for judgment. മൂന്നാമത്തെ സ്ഥലം, Third place, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പഠിച്ചു. we studied about that. പാതാളം, It's called the Hades. ഹെഡീസ് അല്ലെങ്കിൽ ഷിയോൾ. It's Sheol or the Hades. എബ്രായ ഭാഷയിൽ ഷിയോൾ എന്നും ഗ്രീക്ക് ലാംഗ്വേജിൽ ഹെഡീസ് എന്നുമാണ്. In Hebrews it is Sheol and in Greek it is Hades. നാലാമത്തെ സ്ഥലം, The fourth place, നമ്മൾ പഠിക്കുന്ന വിഷയം, the subject we are going to deliberate today, നിത്യാഗ്നി അല്ലെങ്കിൽ ലേക്ക് ഓഫ് ഫയർ. ഇംഗ്ലീഷിൽ ലേക്ക് ഓഫ് ഫയർ. it's the lake of fire. അതിന്റെ ഗ്രീക്ക് വാക്ക് Greek word is ഗീഹെന്ന, Gehenna. 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 Matthew 25:41. Matthew chapter 25 and verse 41. നിത്യാഗ്നിയിലേക്ക് കർത്താവ് 11 പ്രാവശ്യം ആ വേർഡ് യേശുക്രിസ്തു തന്നെ റെഫർ ചെയ്തു. It is 11 times our Lord himself is talking about this everlasting fire. 12 പ്രാവശ്യമാണ് ന്യൂ ടെസ്റ്റ്മെന്റ് ഉള്ളത്. Totally there are 12 references of this word in New Testament. അപ്പോൾ അധോലോകത്തിൽ നമ്മൾ ഓർത്തതുപോലെ 4 സ്ഥലങ്ങൾ ബൈബിൾ പറയും. So we saw that under the earth aspect there are 4 different places the Bible mentions. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഹെഡീസ് അല്ലെങ്കിൽ ഷിയോളിനെ കുറിച്ച് പഠിച്ചു. Previous nights we studied about Hades.
ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായമാണ്. അത് എടുക്കണ്ട, വായിക്കണ്ട. It's in Luke chapter 16. ധനവാന്റെ ലാസറിന്റെയും കാര്യം. We know about the rich man in Lazarus. അബ്രഹാം, he is a historical, അവൻ ഒരു ചരിത്ര പുരുഷനാണ്. Oh, we know that Abraham is a historical person. ലാസർ പേര് പറഞ്ഞൊരു വ്യക്തിയാണ്. It's a named person, Lazarus. ധനവാന്റെ പേരും കർത്താവിന് അറിയാം, പക്ഷെ പറഞ്ഞില്ല. Even the rich man's name Lord knows, but he is not mentioning his name. നമ്മൾ ഒരു കാര്യം ഓർക്കണം, അതൊരു സംഭവമാണ്, അതൊരു ഉപമയല്ല. Oh, it's an event that has happened, it's not a parable. അവിടെ കർത്താവ് അധോലോകത്തിന്റെ ഷിയോള് എങ്ങനെയെന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്തി. And in that, what this Sheol is, God is revealing here. ദൈവം ന്യായം വിധിക്കും. God will bring judgment. എനിക്ക് പറയണമെന്നുണ്ട്, നമ്മൾ ഡെഡ് സീ, ഇവിടെയുള്ള പലരും ഡെഡ് സീ കണ്ടിട്ടുണ്ട്. We have seen Dead Sea in Israel. നിങ്ങൾ ഒരു ഭൂപടം എടുത്ത് നോക്കിയാൽ ഇസ്രയേലാ ലോകത്തിന്റെ സെൻട്രൽ പാർട്ട്. If you see the map, Israel is in the midst of the world. ഈ ഇസ്രയേലിന്റെ ഏതാണ്ട് മധ്യഭാഗത്തിലായി ഡെഡ് സീ. And it is in the middle part of Israel, this Dead Sea. ഈ ഡെഡ് സീ എന്തിനാ അങ്ങനെ വെച്ചേക്കുന്നത്? Why this Dead Sea is kept like this? രണ്ട് വാക്യം പുതിയ നിയമത്തിലുണ്ട്. There are 2 verses in New Testament. ദൈവം അത് എക്സാമ്പിൾ ആയിട്ട് വെച്ചിരിക്കുക, ന്യായം വിധിക്കുമെന്ന്. ബ്രദർ ഒന്ന് വായിച്ച ആ വാക്യം. It is kept as an example. That is what it is. Jude verses 7. Jude, the book of Jude and verse 7. കാരണം നമ്മൾ ഓർക്കണം, ആ ഡെഡ് സീയുടെ ഏരിയ ലോത്ത് നോക്കിയപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ദ ഗാർഡൻ ഓഫ് ഏഡൻ, ഗാർഡൻ ഓഫ് ഗോഡ്. അത് അതുപോലെ ഫെർട്ടൈൽ ലാൻഡ് ആയിരുന്നു. It was a fertile land which Lord saw during his time. ഇന്ന് വായിച്ച Jude 7. And let's see what has happened. Verse 7. As Sodom and Gomorrah and the cities around them in a similar manner to this, having given themselves over to sexual immorality and gone after strange flesh, are set forth as an example, suffering the vengeance of eternal fire. കഥാവ് അത് എക്സാമ്പിൾ ആയിട്ട് വെച്ചിരിക്കുകയാണ്. So he's kept this place of Dead Sea as an example. Same thing you read in 2 Peter chapter 2 verse 6. Same thing we read in 2 Peter chapter 2 verse 6. അവിടെയും പറയുന്നു അത് എക്സാമ്പിൾ ആയിട്ട് വെച്ച്. 2 പ്രാവശ്യം പുതിയ നിയമത്തിൽ അത് പറയുന്നു. So 2 times it has been referred that it is an example that is kept. 2 Peter chapter 2 verse 6. 2 Peter chapter 2 verse 6 also we'll read, and turning the cities of Sodom and Gomorrah into ashes, condemned them to destruction, making them an example to those who are afterward would leave. Making it an example for those who live after the flesh. അതായത് ജഡത്തിന്റെ പുറകെ പോകുന്ന മനുഷ്യരെ ദൈവം ന്യായം വിധിക്കുമെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഡെഡ് സീ. Oh, the Dead Sea is today proclaiming that those who live in flesh and immorality, this is the dealing, an example to be kept for them to see. ലോകത്തോട് മുഴുവൻ സംസാരിക്കുന്നു ഡെഡ് സീ. Oh, the Dead Sea is speaking to the whole world. Yes, നമ്മള് ഓർക്കുകയായിരുന്നു ഈ നരകത്തിന്റെ ഭയാനകത്വം. Oh, we were thinking about the fearfulness or the gravity of this hell. എന്നാൽ ഇന്നത്തെ കാലത്ത് But nowadays നരകത്തെ കുറിച്ച് പഠിപ്പിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യാറില്ല. Oh, nowadays we don't preach about the subject of hell. വളരെ റയർ ആയിട്ടേ ഉള്ളൂ. Very rare is this subject hell. ഞാനൊരു ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചതൊന്ന് പറയാം. I read a statement which I would like to quote. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. It's like this. Still 37% Scottish priests believe that there is a hell. ഒരു അത്ഭുതമായിട്ട് പറഞ്ഞിരിക്കുക, 37% സ്കോട്ടിഷ് പുരോഹിതന്മാർ ഇപ്പോഴും വിശ്വസിക്കുന്നു നരകമുണ്ടെന്ന്. So it's a statement that made that 37% Scottish priests still believe in hell. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ വിശ്വസിക്കുന്നില്ല നരകമുണ്ടെന്ന്. As if the balance are not still believing. ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ചെന്ന് നരകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുഖത്തൊക്കെ ചിരിച്ചേച്ചു പോകും. And if you go to the Western countries and talk about the subject of hell, they will look into our face and laugh out. വിശ്വസിക്കുന്നില്ലേ? They won't believe. സാത്താന്റെ ഭയങ്കര തന്ത്രമാണ്. Oh, it's the scheme or the device of this Satan. ഉദാഹരണമായിട്ട് Example. യഹോവ വിറ്റ്നസസിനെ എടുത്താൽ, if you see the believing group of Jehovah Witness, ഈ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ in the chapter of Luke chapter 16, ഈ യാതനാ സ്ഥലം എന്ന് പറയുന്നത് അവര് പറയുന്നു അത് കല്ലറയാണ്. they say that this flaming or burning place, നരകമുണ്ടെന്ന് യഹോവ വിറ്റ്നസ് വിശ്വസിക്കുന്നില്ല. they don't believe there is an hell. അവര് പറയുന്നു അവിടെ പറഞ്ഞിരിക്കുന്ന യാതനാ സ്ഥലം എന്ന് പറഞ്ഞാൽ കല്ലറയാണ്. They say that this tormenting place is just a graveyard or a tomb. അവർക്ക് ബൈബിളുണ്ട്. ആ ബൈബിൾ എനിക്ക് എന്റെ കയ്യിലുണ്ട്, യഹോവ വിറ്റ്നസിന്റെ The Bible which Jehovah Witnesses carry, that Bible is their uncle also has. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരുടെ ഇതനുസരിച്ച് കല്ലറയ്ക്കകത്താണ് ഈ ധനവാൻ കിടന്ന് യാതന അനുഭവിച്ചത്. According
according to him, the rich man was having this tormenting in that grave that was there where he was buried. അതൊക്കെ മനുഷ്യനെ സാത്താൻ കളിപ്പിക്കുകയാണ്. Oh, it's a deceiving concept or thoughts by Satan. ഭയങ്കരമായ ഡിസെപ്ഷൻ ഈ നരകത്തോടുള്ള ബന്ധത്തിലുണ്ട്. There are a lot of deception in terms of the subject of hell. നമുക്കിനിയും ആ ഭാഗത്തിന്റെ ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാം. Let's see some more things in that. അതിനു മുമ്പ് യെശയ്യാപ്രവചനം 14-ാം അധ്യായം. Let's turn to Isaiah chapter 14. യെശയ്യാപ്രവചനം 14-ാം അധ്യായം, Isaiah 14 അതിന്റെ 9-ാമത്തെ വാക്യം. and verse 9. 14:9. നിന്റെ വരവിൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം വിളയിരിക്കുന്നു. അത് നിന്നെ ചൊല്ലി സകല ഭൂപാലന്മാരായ പ്രേതന്മാരെയും ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനത്തിൽ എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. It says, hell from beneath is excited about you to meet you at your coming. It stirs up the dead for you. All the chief ones of the earth it has raised up from their thrones, all the kings of the nation. ഭയങ്കര ഒരു വാക്യമാണ്. It's a wonderful verse here. ഒരു അല്പനിമിഷം നമുക്ക് അവിടെ നിൽക്കാം. Let's stop here for a moment. ഒരാള് ഇവിടെ മരിക്കുന്നു. Here is one person dying. ആരാ മരിച്ചത്? Who is died? ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനായ നെബൂഖദ്നേസർ രാജാവ്. Oh, very powerful, very big king Nebuchadnezzar. 4-ാം വാക്യം നോക്കിയേ. Verse 4. നീ ബാബേൽ രാജാവിനെ കുറിച്ചൊരു പാട്ട് ചൊല്ലണം. It says that you take up a proverb against the king of Babylon. Yes, പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതായി. Oh, how the oppression had ceased. See, ഈ നെബൂഖദ്നേസർ രാജാവ് ഒത്തിരി പേരെ കൊന്നു. This king had killed many people. അനേക രാജാക്കന്മാരെ കൊന്നു. He had killed many kings. ഈ ഭയങ്കര ക്രൂവൽ ഒരു റൂളറായി. Oh, he was a very great oppressor or a cruel king. ഒരു ദിവസം അദ്ദേഹം മരിക്കുന്നു. One day he is dying. പിന്നീട് തിരശ്ശീലയ്ക്ക് അപ്പുറത്തുള്ളത് ദൈവം നമുക്ക് വെളിപ്പെടുത്തും. And after that, what has happened behind that curtain is what God is revealing. ഇവിടെയുള്ള ഈ അദ്ദേഹത്തിന്റെ ക്രൂരതയെല്ലാം അവസാനിച്ചു. All the cruelty which he did has come to an end. 9-ാം വാക്യത്തിൽ Verse 9. ഇവിടെ മരിച്ചു, വലിയൊരു ഫ്യൂണറൽ കൊടുത്തു കാണും ഈ നെബൂഖദ്നേസർ. Oh, that king Nebuchadnezzar is dying and a great funeral procession has happened. അവിടെ വായിച്ചെന്താ? Well, we read that there's hell from beneath is excited about you. Yes. To meet you at your coming. It stirs up the dead for you. All the chief ones of the earth it has raised up from the grave throne. അതായത് ഇദ്ദേഹം നരകത്തിലോട്ട് ചെന്നപ്പം അവിടെയുള്ള ചീഫ് ആളുകളെല്ലാം എഴുന്നേറ്റു. ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം കൊന്നുകളഞ്ഞ രാജാക്കന്മാരെല്ലാം നീയും ഞങ്ങളുടെ കൂട്ടായോ, നീയും ഇഞ്ഞു പോന്നോ എന്ന് അവര് ചോദിക്കും. Oh, just imagine it is like all the chiefs who were killed by the same king. They are waiting up or standing up to see this guy coming there. ഭയങ്കര ഒരു സംഭവമാണ്. Oh, just imagine this situation. അവര് നോക്കിയപ്പോൾ ഈ വലിയ രാജാവ് അങ്ങോട്ട് ചെല്ലുന്നു. Oh, even they are seeing, they are witnessing that this great king is coming in that place. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ Further on, if you read, അതിന്റെ അടുത്ത ആ ഭാഗം നോക്കിയാൽ നിന്റെ ചൊല്ലി 10-ാം വാക്യം. Verse 10. They all shall speak and say to you, have you also become as weak as we? 11-ാം വാക്യം. Verse 11. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങി, നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കൃമികൾ നിനക്ക് പുതപ്പായിരിക്കും. It says your pomp is brought down to Sheol, and the sound of your stringed instruments, the maggot is spread under you and the worms cover you up. ആ കാലത്തെ വളരെ ലക്ഷറിയാണ് സ്ട്രിംഗ്ഡ് ഇൻസ്ട്രുമെന്റ്സ്. At that time the stringed instruments were considered to be very ആ കൊട്ടാരത്തിൽ ആ പാട്ടുകളൊക്കെ കേട്ട് it is in that the strings that these proverbs and songs were sung. ബാബിലോണിയൻ കാർപ്പറ്റിൽ ജീവിച്ച് and they having lived their life in that carpet of Babylon. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാർപ്പറ്റ് പുഴുക്കളായി. Oh, see that what that carpet has turned out to be, it has become a carpet of worms. അദ്ദേഹത്തിന്റെ പുതപ്പും പുഴുക്കളായി. And his spread or the bedspread has become a maggot, a worm. ഈ പാട്ടൊന്നുമില്ല. There is no more song. Okay, ഈ വാക്യത്തിലുണ്ട് അവൻ താഴോട്ട് ഇറങ്ങിപ്പോയി. It says that he is brought down to Sheol. അവൻ ഷിയോളോട്ട് ഇറങ്ങിപ്പോയി, നരകത്തിലോട്ട് താഴോട്ട് പോയി. Oh, he is going down to the Sheol. ഭയങ്കരമാണ്. Oh, it's just fearful. നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. Let's meditate on this. ഈ ഭാഗം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ when this verse uncle meditated, വളരെ ഭയം തോന്നി. a lot of fear came into his heart. കാരണം ആ 9-ാം വാക്യം, chapter 14 and verse 9. Hell from beneath is moved for thee to meet thee at your coming. It stirreth up the dead. Dead എന്നുള്ള വേർഡ് ഹീബ്രു വാക്ക് റാഫ.
The word dead is Rapha. It says hell from beneath is excited about you. നിന്നെ എതിരേൽക്കാൻ ഡെഡ് എല്ലാം കൂടെ എഴുന്നേറ്റു. അവിടെ എഴുതിയിരിക്കുന്ന റാഫ എന്നാ. The word Rapha is the word when it says it stores up the dead for you. ആ റാഫ എന്നുള്ള വാക്കിന്റെ അർത്ഥം, The meaning of that word Rapha is, കീ സ്റ്റഡി ബൈബിളിൽ, in Key Study Bible, യെസ്, അവിടെ പ്രേതാത്മാക്കൾ, മലയാളത്തിലും പ്രേതാത്മാക്കൾ എന്നുണ്ടെന്ന് തോന്നുന്നു. it's a ghost. 9-ാം വാക്യത്തിലുണ്ട് പ്രേതാത്മാക്കളെ ഉണർത്തുന്നു. It stores up the ghost. That is what it says. റാഫ എന്നുള്ള വാക്കിന് ജയന്റ് എന്നും അർത്ഥമുണ്ട്. ജയന്റ് എന്ന് പറഞ്ഞാൽ വലിയ ഭൂതങ്ങളെ എല്ലാം കൂടെ ഇളക്കി. Even Rapha has another meaning called a giant, like the great ghost, like that. 1950 In 1950, അത് ഒരു ഡാൽഫോസ് പ്രിൻസ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പ്രാസംഗികൻ ഉണ്ടായി. there was a French preacher called Dolphus Prince, അദ്ദേഹത്തിന്റെ പ്രസംഗം വായിപ്പാൻ എനിക്കിടയായി. and Uncle read his messages. അദ്ദേഹം ഈ വാക്യത്തെ കുറിച്ച് പ്രസംഗിച്ചിരിക്കുന്ന ഞാൻ ഇങ്ങനെ കണ്ടു. And he has preached about this word like this. അതായത് ഒരു വിശുദ്ധൻ മരിക്കുമ്പോൾ If a saint dies, ദൂതന്മാർ അവനെ കൊണ്ടുപോവുകയാണ്. the angels are carrying him away. നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും സൗന്ദര്യമുള്ള പ്രകാശ ദൂതന്മാർ വന്ന് കൊണ്ടുപോകും. The beautiful angels come down and carry this believer up. ദുഷ്ടന്മാർ മരിക്കുമ്പോൾ When the wicked dies, നേരെ അതിന്റെ എതിരാണ്. it's exactly the opposite of ഭയപ്പെടുത്തുന്ന ജീവികൾ, fearful creatures. കണ്ടാൽ അറപ്പ് തോന്നുന്ന ജീവികൾ, When we see, we are fearful about that. അതാണ് പ്രേതാത്മാക്കൾ, ഭൂതാത്മാക്കൾ എന്ന് They പറഞ്ഞു. are the ghosts, that is the devil, demons. ഈ ഡാൽഫ് പ്രിൻസ് പറഞ്ഞു, This Dolphus Prince is ഒരു കമ്മിറ്റി തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എഴുന്നേറ്റു. there is a reception by a huge committee to receive them. ഈ ഭൂതങ്ങളെല്ലാം കൂടെ ഇളകിപ്പോയി സ്വീകരിക്കുക. They are stirring up the ghosts. That is the meaning there. ഒന്ന് ആലോചിച്ച് നോക്കുക. Just imagine this. ഭയന്നു പോകും. We will be fearful in ആ that. നരകത്തിന്റെ ഭീകരത ഈ ജീവികളെ കണ്ടാൽ മാത്രം മതി. If you see these creatures themselves, we can see the fearful situation there. എന്നാൽ ഈ നരകത്തിന് എന്തിനാണ് ഗീഹന്ന എന്നുള്ള വാക്ക് കൊടുത്തത്? Why was the word Gehenna chosen by Lord? നമുക്ക് ആ ഭാഗം ഒന്ന് പഠിക്കണം. Let's study that. യെശയ്യാപ്രവചനം 66-ാം അധ്യായം എടുത്താട്ടെ. If you come to Isaiah chapter 66, ഇവിടെ നമ്മൾ കണ്ടു നിന്റെ കീഴെ പുതപ്പിനെ വിരിച്ചിരിക്കുന്നതായിട്ടൊക്കെ വായിച്ചു. we say what is the covering and the bed covering that he got. That is the യെശയ്യാവ് 66 Isaiah chapter 66 24-ാമത്തെ വാക്യം. and verse 24. 24 Verse 24. അവർ പുറപ്പെട്ട് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങൾ നോക്കും. അവരുടെ പുഴു ചാകുന്നില്ല, അവരുടെ തീ കെട്ടുപോകുകയില്ല, അവർ സകല ജലത്തിനും അറപ്പായിരിക്കും. It says that they shall go forth and look upon the corpses of the men who have transgressed against me, for their worm does not die and their fire is not quenched. കാരണം ഈ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കണം. We need to study this word. കാരണം ഈ വാക്യം കർത്താവ് എടുത്ത് 3 പ്രാവശ്യം കോട്ട് ചെയ്തു. It is quoted by our Lord Jesus Christ 3 times. നരകത്തിന് വേണ്ടി കോട്ട് ചെയ്തു. It is for hell he's quoted this word. എന്തിനാ കർത്താവ് ഇതെടുത്ത് കോട്ട് ചെയ്തത്? Why did God bring out this time 3 times? ഈ 66-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ എന്തിനാ ഈ നരകത്തിൽ ചെന്ന് ഇങ്ങനെ കാണാൻ പോകുന്നത്? Why is that in verse 24 that you are going to look into the hell? ഇത് നരകത്തിൽ പോയി കാണുന്നതല്ല. It is not about going into hell and seeing. എന്താണെന്ന് നോക്കാം അതിന്റെ പശ്ചാത്തലം. Let's see the background of this word. നോക്കിയേ അതിന്റെ 19-ാമത്തെ വാക്യം. Verse 19 of the same chapter. ഞാൻ അവരുടെ ഇടയിൽ ഒരു അടയാളം പ്രവർത്തിക്കും, അവരിൽ രക്ഷിക്കപ്പെട്ട ചിലരെ ഞാൻ തർശീഷ്, വില്ലാളികളായ പൂൽ, ലൂത് എന്നിവരുടെ തൂബൽ, യാദവ് എന്ന ജാതികളുടെ അടുക്കലേക്കും എന്റെ കീർത്തി കേൾക്കുകയും എന്റെ മഹത്വം കാണുകയും ചെയ്തിട്ടുള്ള ദ്വീപുകളിലേക്ക് അയക്കും. അവർ എന്റെ മഹത്വത്തെ ജാതികളിൽ പ്രസ്താവിക്കും. Here we see in verse 19 and 20 that he will set a sign among them and he will send them to the nations like what is mentioned. Yes. And they shall bring to all brethren. That is the reference here. Yes, 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നു. It's the beginning of the 1000 years of reign. ട്രിബുലേഷൻ പീരീഡ് കഴിഞ്ഞ് After the tribulation period, 1000 ആണ്ട് വാഴ്ച തുടങ്ങുമ്പോൾ when the beginning of the 1000 years, നടക്കുന്നതാണ് ഈ 19-ാം വാക്യം. this is this 19 that is happening. ദൈവം കർത്താവ് ഇസ്രായേലിൽ നിന്ന് പ്രസംഗിക്കുന്നവരെ, preachersനെ ലോകത്തിന്റെ നാനാ കോണിലേക്ക് അയക്കും. The preachers from Israel, he's sending out to the different places. ഇവിടെ എഴുതിയിട്ടുണ്ട് ജാതികളുടെ അടുക്കലോട്ട് അയക്കും, നേഷൻസിന്റെ അടുക്കലോട്ട്. He says that he's sending them among the nations. അവർ ചെന്നിട്ട് ഇത് പ്രസംഗിക്കുകയാണ്, കർത്താവ് മടങ്ങി വന്നു, ഇസ്രായേലിന്റെ മഹത്വമൊക്കെ പ്രസംഗിക്കുകയാണ്. What are they preaching? They are saying that the glory has come back and the sign that we saw is come back. അത് സംഭവിച്ചു കഴിയുമ്പോൾ, and when that happens, 12-ാം വാക്യം നോക്കട്ടെ. let's see verse 12. Yes. For thus says the Lord, behold, I will extend peace to her like a river,
and the glory of the Gentiles like a flowing stream. Then you shall feed, on her sides shall you be carried, and be dandled on her knees. ജാതികൾ യഹൂദനെ എടുത്തുകൊണ്ട് തന്നെ വരും. Here it says that the Gentiles are taking the Jews and coming. സഖറിയ 8-ാം അധ്യായം നോക്കിയാട്ടെ, നമുക്ക് ഈ ഭാഗത്ത് തിരിച്ചു വരണം. Let's come to Zechariah. സഖറിയ പ്രവചനം 8-ാം അധ്യായം chapter 8, 20 തൊട്ടുള്ള വാക്യം. verse 20 onwards. ഈ സംഭവം തന്നെയാണ് അവിടെ പറയുന്നത്. It's the same event mentioned here. 8-ന്റെ 20 തൊട്ടുള്ള വാക്യം. Chapter 8 and verse 20. സൈന്യങ്ങളെ ഇനി ജാതികൾ അനേക പട്ടണങ്ങളിലെ നിവാസികൾ വരുവാൻ, ഈ പട്ടണങ്ങളിലെ നിവാസികൾ 22 അങ്ങനെ അനേക ജാതികൾ ബഹുവംശങ്ങൾ യെരുശലേമിൽ സൈന്യങ്ങളെ യഹോവയെ അന്വേഷിപ്പാനും യഹോവയെ പ്രസാദിപ്പിപ്പാനും വരും. It says verse 22, yes, many peoples and strong nations shall come to seek the Lord of hosts in Jerusalem. Yes, and to pray before the Lord. 23 വരെ വായിക്കണം, പക്ഷേ വായിക്കുന്നില്ല, സമയമില്ല. We don't have the time to read further. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. It says that we knew that God is with you. എല്ലാ ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും രാഷ്ട്രങ്ങള് ഈ ദൈവത്തെ അന്വേഷിച്ച് അവിടെ വരികയാണ്. All the nations and the peoples are searching God and coming to Jerusalem. നമ്മൾ കണ്ടു എങ്ങനെ വന്നു. How did they come? യെശയ്യാവ് 66:19 കണ്ടു, പ്രസംഗിക്കുന്നവരെ നേഷൻസിന്റെ അടുക്കലോട്ട് അയക്കും. It is when they listen to the persons who are speaking and preaching, these people are gathered in Jerusalem. അങ്ങനെ ജാതികൾ യെരുശലേമിൽ വരുമ്പോൾ, and when these people are gathered in Jerusalem, 24-ാം വാക്യത്തിൽ verse 24, അവര് ഈ ശവങ്ങളൊക്കെ കിടന്ന് അഴുകുന്ന, ചപ്പും ചവറും കിടന്ന് അഴുകുന്ന ഒരു സ്ഥലമുണ്ട്. and they are seeing a place full of corpses and decaying corpses. ഗാർബേജ് ഒക്കെ കൊണ്ട് കളയുന്ന ഒരു സ്ഥലം. A place where garbages are thrown. ഇസ്രായേലിൽ യാത്ര ചെയ്തവർക്കറിയാം. Those who have traveled to Israel know that. ആ മതിൽ കെട്ടിയ ഒരു പട്ടണമാണ് യെരുശലേം. It's a walled city, the Jerusalem. അതിന്റെ പുറത്ത് outside that ഈ ചപ്പും ചവറും കളയുന്ന ഒരു താഴ്വരയുണ്ട്. it is a valley where all the garbages are thrown. ആ വാലിയുടെ പേരാണ് വാലി ഓഫ് ഹിന്നോം. That valley is called the valley of Hinnom. Valley of Hinnom. ആ വാക്കാണ് ഗിഹിന്ന. Valley of Hinnom. That is the valley of Hinnom is the exact Hebrew name is Gehenna. ഈ പട്ടണത്തിലെ സകല ചപ്പും ചവറോട് കൊണ്ട് കളയും. So all the garbages and rubbish of this Jerusalem is thrown out in that place. ചത്ത ശവങ്ങളും ആർക്കും വേണ്ടാത്ത ശവങ്ങളും മൃഗങ്ങളുടെ ശവങ്ങളോട് കൊണ്ട് കളയും. All the corpses of men and animals and waste is thrown out in that valley. അവിടെ അത് പുഴുക്കളൊക്കെ അത് അരിച്ച് ഈ തീയും കത്തി ഇത് ഒരിക്കലും കെടാതെ ഇങ്ങനെ കിടക്കുന്ന അറക്കപ്പെട്ട ഒരു സ്ഥലമാണ്. It's a decayed and a corrupted land where the worms don't die and the fire don't quench. അതാണ് ഗിഹെന്നോ വാലി. And that is what is referred to as the valley of Gehenna. ആ വാക്കാണ് നിത്യ നരകത്തിന് യേശുക്രിസ്തു ഉപയോഗിച്ചത്. And that is the word Lord is using for everlasting fire. എന്തിനാ കർത്താവ് അത് ഉപയോഗിച്ചത്? Why did Lord use that? അത് നമുക്ക് ചിന്തിച്ചു നോക്കാം. Let's meditate on that. കർത്താവ് ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇതിന് നോക്കുക, മർക്കോസിന്റെ സുവിശേഷം. Let's come to Gospel. അതേ വാക്കെടുത്ത് ഉപയോഗിച്ചിരിക്കുന്നു മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം. It's the same word that is used in Mark chapter 9. അതിലെ 44, 46, 48 മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചു. There are 3 times 44, 46 and 48. കെടാത്ത തീയായ നരകത്തിൽ പോകുക. കെടാത്ത തീയായ നരകം 47, കെടാത്ത തീയായ അഗ്നി നരകം. ഈ സെയിം വേർഡാണ് ഗ്രീക്കിൽ കൂടി ഉപയോഗിച്ചിരിക്കുന്നത്. It's the same word that is in 44 and 46 and 48. എന്താ കാരണം? What is the reason? വേസ്റ്റ് ഇട്ട സ്ഥലം എന്തിനാ ഇവിടെ എടുത്ത് നരകത്തിന് കർത്താവ് ഉപയോഗിച്ചത്? Why did the Lord use that place which is used for waste as a reference to hell? ഈ സ്ഥലത്തിന് വേറെ ഒരു പേരോടുണ്ട്. There's another name for this place. 3 പേരുണ്ട്. ആ 3 പേര് നമുക്ക് നോക്കാം. We'll see the 3 names that is being given. ജെരമ്യ പ്രവചനം. Let's come to Jeremiah chapter 7-ാം അധ്യായം chapter 7. അതിന്റെ 32-ാമത്തെ വാക്യം. Verse 32. ജെരമ്യ 7:32. 32 വായിക്കുന്നു. അതുകൊണ്ട് ഇനി അതിന് തേഫേത്ത് എന്നും ബെൽഹിന്നോം താഴ്വര എന്നും കുലത്താഴ്വര എന്നും പേർ വിളിക്കും. There are 3 references here. They say that when it no more be called Tophet or the valley of the son of Hinnom, but the valley of slaughter. Yes.
ഇത് മൂന്നും ഒരേ സ്ഥലമാണ്. ഈ ഗിഹന്ന വയലിയുടെ പേരാണ്. It's these three references given to the same place called Gehenna. ഈ സ്ഥലത്ത് നമ്മൾ ഓർത്തു പുഴു ചാകുന്നില്ല, തീ കെടുന്നില്ല. We saw that the worms don't die and the fire don't quench here. യെസ്, ഈ സ്ഥലത്തിന്റെ പ്രത്യേകത, the peculiarity about this place, ഈ സ്ഥലം വേസ്റ്റ് കൊണ്ടിടുന്ന അറുക്കപ്പെട്ട സ്ഥലമാണ്. it's the place where all the corpses and the wastes are put in. നരകമെന്ന് പറയുന്ന സ്ഥലം, even the place of hell, നരകത്തിൽ പോകുന്നവര്, those who go to hell, ശരിക്കും ബൈബിൾ പറയുന്നത് their life was a waste. So what Bible says that why they are going to hell is their life is just a waste. ഞാൻ ആ വാക്കൊന്ന് തെളിയിച്ചു തരാം. We will like to prove it. മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. God has a great purpose. ദൈവത്തിന് മഹത്വം കരയറ്റണം. To glorify in God. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് ഘോഷിക്കും. It says that if you do not glorify or speak, the stones will speak about. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവനോട് കൂട്ടായ്മ ആചരിപ്പാൻ. Oh, man was created to praise God and to have fellowship with God. എന്നാൽ ഇവര് വേസ്റ്റ് ആണ്. But they have become waste. ഈ വേസ്റ്റ് പോലെ അറുക്കപ്പെട്ടവരാണ്. Oh, they are the waste and the corpses. നമുക്ക് ആ വാക്ക് ബൈബിളിൽ നിന്ന് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. Like to take the Bible reference. ഈ വാക്ക് നമ്മൾ യൂദ ഇസ്കറിയോത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. This word has been used for Judas Iscariot. എല്ലാ വാക്യങ്ങളും എടുക്കാതെ ഞാൻ വാക്യം പറഞ്ഞുതരാം, വാക്യം നോട്ട് ചെയ്തു. We would like to take one verse, but note the verses that Uncle is saying. അപ്പോസ്തലപ്രവൃത്തി 1:25 Acts chapter 1:25. തന്റെ സ്ഥലത്തിലേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയി. തന്റെ സ്ഥലത്തിലേക്ക് പോകേണ്ടതിന്. It's Acts chapter 1:25. Verse 25. That he might go into his own place. അല്ലേ? Yeah, it says to take part in his ministry and that he might go to his own place. യൂദ ഇസ്കറിയോത്തിനെ കുറിച്ച് പറയുക. It's speaking about Judas here. എന്നാൽ യോഹന്നാൻ 17:12 If in John chapter 17:12 അവിടെ അദ്ദേഹത്തിന് ഈ നാശയോഗ്യൻ എന്നൊരു പേര് കർത്താവ് വിളിച്ചു. Son of perdition. The name that is given to him is son of perdition. ആ വാക്ക് നോക്കിയേ, നാശയോഗ്യൻ. It's son of perdition, capable of destruction. മത്തായി 7:13 Matthew chapter 7:13. രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ച് പറഞ്ഞ വാക്ക്, നാശത്തിലേക്ക് പോകുന്നവർ. നാശത്തിലേക്ക് പോകുന്നവർ. It's Matthew chapter 7:13. നാശത്തിലേക്ക് പോകുന്നവർ. Those who are led to destruction. യെസ്, ആ വാക്ക് നാശത്തിലേക്ക് പോകുന്നവരുടെ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വിശാലവുമാണ്. It says that the narrow gate and the wide gate that leads to destruction. യെസ്, വീണ്ടും നമ്മള് വായിക്കുന്നു മത്തായി 9:17 നശിച്ചു പോകും. വായിക്കണ്ട വാക്യം. 2 പത്രോസ് 3:7. Please note down the references. 2 Peter 3:7. 2 Peter chapter 3 verse 7. ഭക്തികെട്ട മനുഷ്യരുടെ നാശം. It's the perdition of the ungodly man. ഹീബ്രു 10. Hebrews chapter 10:39 verse 39. നാമോ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല. We are not in the group of those who are going into perdition. നമ്മളോ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല. അപ്പോൾ രക്ഷിക്കപ്പെടാത്തവർക്ക് കൊടുത്ത പേരാണ് നാശയോഗ്യന്മാർ. Oh, so those who are not saved, the name get given is the sons of perdition. 1 തിമോഥെയോസ് 6:9. 1 Timothy chapter 6 and verse 9. സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാനിട വരും. ഡിസ്ട്രക്ഷൻ ആൻഡ് പെർഡിഷൻ. Destruction and perdition again mentioned there. കർത്താവ് ക്രൂശിൽ മരിക്കുന്നു. Lord is dying on the cross. John 3:16 world famous verse ആണ്. A world famous verse, John chapter 3 verse 16. അവിടെ വായിക്കുന്നത് എന്താ? What do we read? തന്റെ ഏകജനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ. വീണ്ടും ആ വാക്കോടെ വരുന്നു. Again that word of destruction comes in. He may not perish. He may not perish. Yes, ആ വാക്കാണ്. ആ വാക്കെന്ന് പറഞ്ഞാൽ നശിച്ചു പോയ, കൊള്ളരുതാത്ത, വേസ്റ്റ് ആയി തീർന്ന. That reference is that the life which is wasted or like wasted or garbage. ഈ ആ വാക്ക് കർത്താവ് എടുത്ത് ഈ നരകത്തിന് ഉപയോഗിച്ചപ്പോൾ അതിന്റെ ആശയം മനസ്സിലായോ? And now did you understand the meaning behind it when he is taking that word to refer to the word of Gehenna? നമ്മൾ ചോദിച്ചേക്കാം, അങ്ങനെ ആ വാക്കെടുത്ത് ഉപയോഗിക്കാനൊക്കെ? Can we use that word and can we use that? There may be a question that we have. ലാംഗ്വേജിന് ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. ലാംഗ്വേജ്, There is a ഭാഷയുടെ ഒരു പ്രത്യേകതയുണ്ട്. There is a peculiarity about language. നമുക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത കാര്യങ്ങൾ, the things that we do not understand, മനസ്സിലാകാവുന്ന വിധത്തിൽ പറഞ്ഞു തരും. It will say us in a way we can understand. സ്വർഗ്ഗത്തെ കുറിച്ച് പഠിച്ചു. When we studied about heaven. പൗലോസ് 2 കൊരിന്ത്യർ 12 2 Corinthians 12. chapter 12
മൂന്നാം സ്വർഗത്തോളം എടുത്തോളപ്പെട്ടു. He was taken up to third heaven. പരദീസയോളം എടുത്തോളപ്പെട്ടു. He was taken up to paradise. പാരഡൈസ് എന്ന് പറഞ്ഞാൽ എന്താ? What is the meaning of paradise? പാരഡൈസ് പേർഷ്യയിലുള്ള ഒരു ഗാർഡൻ ആണ്. പാരഡൈസ് Paradise is a garden in Persia. നോക്കുക, വെൽ വാട്ടേഡ്, വളരെ മനോഹരമായ ഒരു പൂന്തോപ്പാണ്, അല്ലെങ്കിൽ ഒരു ഗാർഡൻ ആണ് ഈ പാരഡൈസ് എന്ന് പറയുന്നത്. പേർഷ്യയിലാണ്. Oh, it's a literal garden, a beautiful watered garden in the land of Persia is known as the paradise. പരിശുദ്ധാത്മാവ് വാക്കെടുത്ത് ഉപയോഗിച്ചു സ്വർഗം എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കി തരാൻ. So to make us understand what heaven is, he is exactly taking that word to make us understand that. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ In Revelation chapter 2, ജയിക്കുന്നവന് ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. it says that those who are victorious will be given the fruit from the paradise. പാരഡൈസ് എന്ന് പറഞ്ഞാൽ തോട്ടം എന്നാണ്. It's again the word garden. സ്വർഗത്തിന് വേണ്ടി ആ തോട്ടം എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ For heaven, that garden, the paradise word was used. നരകത്തിന് വേണ്ടി For hell, to make us understand, നാശയോഗ്യന്മാരായ it's the perdition, ജീവിതം വേസ്റ്റ് ആക്കിയ, the places where corpses are thrown, അവരെ തള്ളിക്കളഞ്ഞ സ്ഥലത്തിന് കൊടുത്ത പേരാണ് ഗീഹന്ന. ചപ്പും ചവറും അറുക്കപ്പെട്ട സാധനങ്ങൾ കിടക്കുന്ന സ്ഥലം. Oh, the hell was referred to that place where rubbishes and corpses and the sons of perdition are thrown. നമ്മൾ ചിന്തിച്ചു ആ സ്ഥലത്തിന് ടോഫാസ് എന്ന പേരുണ്ട്. We know that another word is tophat for that. യെശയ്യാ 30:33 Isaiah chapter 30 and 3 we read that. മലയാളത്തിൽ അതിന് ബ്രദർ ഇംഗ്ലീഷ് ഒന്ന് എടുത്ത് ഐശ്യ 30:33. Let's read Isaiah chapter 30 and verse 3. 33. 30 and 33. Yes. ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് നോക്കി. It says for Tophet was established അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടോഫത്ത് എന്ന മലയാളത്തിൽ ആ വാക്കില്ല. In Malayalam that word is not. മലയാളത്തില് പണ്ടേ ഒരു ദഹനസ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്നാണ്. It's saying that some destruction place is prepared. That is the meaning. But here Tophet is used. ടോഫത്ത് എന്ന വാക്കിന്റെ അർത്ഥം The meaning of Tophet. ഡ്രം എന്നാണ് ടോഫ് എന്ന് പറഞ്ഞ വാക്കിന്റെ. Tof is the meaning for drums. എന്താ കാരണം? What is the reason? ഈ വാലിയിൽ, in this valley, ഈ ഗിഹന്ന വാലിയിൽ, in this Gehenna valley, വളരെ ദുഷ്ടനായ ഒരു രാജാവായ ആഹാസ് രാജാവ്, there was a very cruel king or a bad king called King Ahaz. സെക്കൻഡ് ക്രോണിക്കൽസ് 2 ദിനവൃത്താന്തം in Second Chronicles 28 Second Chronicles 28, ആദ്യത്തെ 3 വാക്യം, if you read the first 3 words, ഇസ്രായേലിനെ ബാലിനെ ആരാധിപ്പാൻ ഇടയാക്കി. he is the one who made Israel to worship Baal. ഈ ബാലിന്റെ അഗ്നിദേവനാണ് മോലക്. ദേവൻ. And this Molech is another fire god for them. ആ മോലക് ദേവനെ ആരാധിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? Do you know how this idol Molech or the god was worshipped? ഈ താഴ്വരയിൽ, in this valley, ഒരു ബ്രാസ് കൊണ്ടുള്ള വലിയൊരു ബിംബമുണ്ട്. and there was an idol made of bronze. അതിന്റെ കരങ്ങൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിരിക്കുക. And their hands were spread out like this. അതിന്റെ അടിയിൽ ഇങ്ങനെ തീ കത്തിച്ചിരിക്കുക. And continuously the fire were put under that. അവർ കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ, and when they say that the children were used for this fire, ഈ യഹൂദന്മാർ അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഈ ചുട്ടുപഴുത്ത ബിംബത്തിന്റെ കരങ്ങളിലോട്ട് വെച്ചു കൊടുത്തു. and what the Jews were doing, the Israelites were doing, where the young babies, the young children were kept in his hands on the bronze hand idol. അതിനാ ദൈവം പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശം ചെയ്യിക്കരുത്. and that is why he refrained us from doing that fire sacrifice. യോശിയ രാജാവ്, the King Josiah, 2 രാജാക്കന്മാർ 23:10 നിയമം കൊണ്ട് അതിനെ അബോളിഷ് ചെയ്തു. and he abolished with the law this practice of giving into fire. ടോപ്പാസ് എന്തിനാ വാക്ക് ഉപയോഗിച്ചത് ഇതിന്? but why did that word Tophet was used? ആലോചിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളെ ചുട്ടുപഴുത്ത ബിംബത്തിന്റെ കയ്യിൽ വെക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ കിടന്ന് അലറും കരയും. oh, the children will cry out when the children are put in that fire. ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ because we did not hear that. ആ താഴ്വരയിൽ ഡ്രം അടിച്ചോണ്ടിരിക്കുക. oh, they will beat drums so that they ഭയങ്കരമായിട്ട് ഡ്രം അടിച്ചോണ്ടിരിക്കുക. oh, they will make the drums and noise so that the cries of the children are not heard. ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കില്ല. oh, so that the cries of the children are not heard. ആ വാലിയുടെ പേര് ടോപ്പാസ് വാലി എന്ന് പേരായി. and that valley was known as the valley of Tophet. കർത്താവ് എന്തിനാണ് നരകത്തിന് ഉപയോഗിച്ചത്? oh, why did God use that word for hell? അവിടെ പല്ലുകടിയും കരച്ചിലുമുണ്ട്. because there is gnashing of teeth
teeth there. എന്തിനാ പല്ല് കടിക്കുന്നത്? Why they are gnashing the teeth? അവര് അബ്രഹാമിനോടും ഇസാക്കിനോടും കൂടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഇവിടെ പല്ലുകടിയും കരച്ചിലും. Oh, because when see the others are sitting with Abraham, Isaac, they are having an experience of gnashing teeth. എന്റെ വീട്ടിൽ ജോലി ചെയ്തോ ഞാൻ ഈ നരകത്തിൽ കിടക്കുമ്പോ അവരൊക്കെ അവിടെ ഇരിക്കുകയാണ്. Oh, the one who was serving for me is I'm here, but he's in heaven. പല്ലുകടിയും കരച്ചിലും. Oh, the cries and the gnashing of teeth. വേദന, the pain, അഗ്നിയുടെ ചൂടിന്റെ വേദന, the pain of fire, the heat. യേശുക്രിസ്തു ക്രൂവൽറ്റി അത് വരച്ചു കാണിക്കാനായിട്ട് ഗീഹന എന്ന വാക്കെടുത്ത് കാണിച്ചു. Oh, so to make us understand the cruelty and the gravity of that situation, he uses this word Gehenna. കർത്താവ് പറയുമ്പോൾ when Lord says, നോക്കണം, പുനരുത്ഥാനം കഴിഞ്ഞ ശേഷം ദുഷ്ടന്മാർ, it's after resurrection that these wicked people, അവർക്ക് ശരീരം കിട്ടും. they will also get a body. ശരീരം പുനരുത്ഥാന ശരീരമാകിയാൽ that will be a transformed body. ആ ശരീരത്തിന് തീക്ക് ചൂടാൻ സാധ്യമല്ല. But that heat or the fire of heat cannot have an impact on that body. ആ ശരീരത്തിലാണ് ഈ നരകത്തിലോട്ട് ഇടുന്നത്. And it is with that body that they are cast into the lake of fire. എന്നാൽ തീപ്പൊയ്കയിൽ ഇടുമ്പോൾ when they are put in the lake of fire, അവർക്ക് ശിക്ഷയ്ക്ക് വ്യത്യസ്തതയുണ്ട്. നരകത്തിൽ എല്ലാവരെയും ഒരുപോലെ അല്ല ശിക്ഷിക്കുന്നത്. even the punishment in hell is not of the same order. They are കാരണം നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്. because our Lord is a Lord of justice. വെളിപ്പാട് പുസ്തകം, let's turn to Revelation 20-ാം അധ്യായം chapter 20. അതിന്റെ 12, 13, 14 വാക്യം നോക്കി. If 12, 13 and 14 if you read. വേണ്ട, ഒരെണ്ണം വായിച്ചാൽ മതി. 12-ാം വാക്യത്തിന്റെ അവസാനം, the last portion of verse 12. ഈ പുസ്തകം എന്നാൽ മറ്റൊരു പുസ്തകം തുറന്ന് പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവിടെ പ്രവൃത്തിയിൽ കിടന്ന ന്യായവിധി ഉണ്ടായി. It says that the dead were judged according to their works. Yes, പുസ്തകത്തിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം. It is by the things which were written in the books. സമയമില്ല, we don't have the time. ദാനിയേൽ 7, Daniel chapter 7, 9, 10 അവിടെ ഈ ന്യായവിധി ദാനിയേൽ കാണുന്നുണ്ട്. even this judgment Daniel is saying seeing in Daniel chapter 9 verse 7 and 8. 9 to 10. 10-ൽ വായിക്കുന്നുണ്ട്, the books were open, പുസ്തകങ്ങൾ തുറന്നു. ഇല്ലേ? verse 10, 9, 10. 9, 10. It says, we have not obeyed the voice of the Lord our God to walk in his laws which he has set before us. 7 ആണ്, chapter 7. 7 verse 10. 10. It says, a fiery stream issued and came forth from before him, and thousands of ministered to him, 10,000 before him, and court was seated, and the books were open. And the books were open. The books were open here, it says. ഇവിടെ ബുക്കുകളോ തുറക്കുകയാണ്. Here in Revelation it is saying that which were written in the books. ബുക്കിൽ എഴുതിയതിനനുസരിച്ച ശിക്ഷ. And they were punished or judged according to the things that were written in the books. പാപിയുടെ ന്യായവിധിയാണ്. Oh, it is the judgment of the wicked people. ഈ പാപിയെ കുറിച്ച് മുഴുവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. Or even the works about the wicked people someone is writing through. വേദപുസ്തകത്തിൽ പറയുന്നു എഴുതിക്കൊണ്ടിരിക്കുക. Oh, the scripture is very clear that things are. മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അവിടെ എഴുതിക്കൊണ്ടിരിക്കുക. Oh, whatever man is doing, that is recorded in these books. ഒരു വാക്യം വേണേ വായിച്ചു. One more verse. Isaiah chapter 65. Isaiah chapter 65. മനുഷ്യനെ ഞാൻ ഓർത്തു, ഈ സ്ട്രീറ്റിൽ കിടക്കുന്ന പിച്ചക്കാരനുണ്ട്, ഇന്ത്യയിലൊക്കെ വന്നാൽ കാണാൻ ആർക്കും വേണ്ടാത്ത പിച്ചക്കാരൻ, പക്ഷെ അവന്റെ ജീവിതവും ദൈവം അവിടെ എഴുതിക്കൊണ്ടിരിക്കുക. It says that even the lowest of persons, those who are in the streets, their the works are written here. Isaiah 65. Isaiah chapter 65. എല്ലാം വായിക്കണ്ടേ? 2-ാം വാക്യം നോക്കിയേ. Verse 2. അവിടെ ദുഷ്ടന്മാരെ കുറിച്ച് പറയുക. It says, സ്വന്തം വിചാരങ്ങളെ അനുസരിച്ചാകാത്ത വഴി നടക്കുന്ന മത്സരമുള്ള ജനം. It's talking about the rebellious people who walk in their way that is not good. 6-ാം വാക്യം. Verse 6. അത് എന്റെ മുമ്പാകെ എഴുതി വെച്ചിരിക്കുന്നു. Behold, it is written before me. ഞാൻ പകരം വീട്ടു. And then I will repay it. ദൈവം പറയുക, ഈ ദുഷ്ടന്റെ എല്ലാം എന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. Oh, Lord is saying all the wicked things are written in before me. ഞാൻ പകരം വീട്ടു. And I will repay it. ന്യായവിധി ദിവസം, in the day of judgment, ആ പുസ്തകം തുറന്നു. Oh, that book was opened. അങ്ങനെ ഒരു പുസ്തകം സൂക്ഷിച്ചിരിക്കുന്ന സ്റ്റോർ റൂം ദൈവത്തിനുണ്ട്. And even there is a storeroom with all these books are stored. Deuteronomy 32 നോക്കിയാട്ടെ. Let's turn to Deuteronomy chapter 32. പല വാക്യങ്ങളിൽ ചിലതൊക്കെ ഞാൻ പെറുക്കിയെടുക്കുന്നുള്ളൂ. We are just picking a couple of verses to make you understand. ആവർത്തനം 32-ന്റെ 33.
34. അവരുടെ വീഞ്ഞ് മഹാസർപ്പത്തിന്റെ വിഷവും മൂർഖന്റെ കാളഗുണവുമാണ്. അത് ദുഷ്ടന്മാരെ കുറിച്ച് പറയുക. അതെന്റെ അടുക്കൽ സംഗ്രഹിച്ചും എന്റെ ഭണ്ഡാരത്തിൽ മുദ്രയിട്ടും ഇരിക്കുന്നു. Deuteronomy chapter 33 and 34 says that the wine is poison of serpents and the cruel venom of cobras, and it says, is this not laid up in a store with me, sealed up among my treasures? Yes, it is sealed in his treasure and kept it there for the day of judgment. Oh, it is kept for the day of judgment in the store with him and sealed up among his treasures. മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Oh, all the works of the man is recorded here. കർത്താവാണ് പറഞ്ഞത്, പുസ്തകങ്ങളിൽ എഴുതിയിരുന്ന ന്യായവിധിയിൽ വ്യത്യാസമുണ്ട്. Oh, Lord says that the books are written and then there is difference in the judgment. പല വാക്യങ്ങളുണ്ട് ന്യായവിധിയിൽ വ്യത്യാസമുണ്ടെന്ന് തെളിയിക്കാൻ. There are a lot of verses to prove that there is difference in the punishment. Yes, ഏറ്റവും കൂടുതൽ ശിക്ഷ വരുന്നത് The greatest punishment ഈ സുവിശേഷം തിരസ്കരിച്ചവർ is the ones who ignore or neglect the gospel. മത്തായി സുവിശേഷം Matthew chapter 11-ാം അധ്യായം verse chapter 11 20 തൊട്ടുള്ള വാക്യം. from 20 onwards. 11-ന്റെ 20 തൊട്ടുള്ള വാക്യം. Matthew 11:20 onwards. യെസ്, തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങളെ ശാസിച്ചു. കൊരീശനെ നിനക്കാ കഷ്ടം, ബെത്സയിദേ നിനക്കാ കഷ്ടം. നിങ്ങൾ നടന്ന വീര്യപ്രവൃത്തികൾ സോറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ വെണ്ണീരിലും രട്ടിലും ഇരിക്കുമായിരുന്നു. ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാട്ടിലധികം ആ 2 പട്ടണങ്ങൾക്ക് സഹിക്കാൻ കഴിയും. ഈ 4 പട്ടണവും ശിക്ഷയിലായി, പക്ഷെ കൂടുതൽ വെളിച്ചം കിട്ടിയവർക്ക് കൂടുതൽ ശിക്ഷ. See, here there are 4 references of place, and they are talking about the things, and it is more tolerable. It's comparing the places and finding out the difference in terms of the judgment. Matthew chapter 10, Matthew chapter 10, 14 and 15. 14 and 15. Yes. It says, and whoever will not receive you nor hear your words when you depart from that house or city, shake off the dust from your feet. Assuredly, I say to you, it will be more tolerable for the land of Sodom and Gomorrah in the day of judgment than for that city. സോഡോം ഗൊമോറ ഇമ്മോറാലിറ്റിയുടെ അഗ്രഗണ്യന്മാരായി തീർന്നു. Oh, they were the examples of the peak examples of immorality, the Sodom and Gomorrah. പക്ഷെ ഇവിടെ പറയുന്നു, സുവിശേഷം തിരസ്കരിച്ചവരുണ്ടല്ലോ, അവർക്ക് ശിക്ഷ സോദോം ഗൊമോറയുള്ളവരെ കാട്ടി കൂടുതലാണ്. Oh, here we see that those who are ignoring or refusing the gospel, their punishment is more grave. സോദോം ഗൊമോറയുള്ളവർക്ക് കുറച്ചുകൂടെ സഹിക്കാൻ കഴിയും. Oh, it says that it is more tolerable for them, the people of Sodom and Gomorrah. നരകം പലവിധമായ ശിക്ഷകൾ കൊണ്ട് നിറഞ്ഞതാണ്. Oh, the hell is full of variety of punishments. തിരുവചനത്തിൽ ഒരു ദീർഘമായ പഠനമുണ്ട്. Oh, there is a big study in the scriptures. അവിടെ തീയുണ്ട്, There is fire, ഗന്ധകം കത്തുന്നുണ്ട്, സൾഫർ. there is sulfur that is burning, പുകയുണ്ട്, there is smoke, ഇരുട്ടുണ്ട്, there is darkness, പുഴുക്കളുണ്ട്, there is worms, കരച്ചിലുണ്ട്, there is cries, പല്ലുകടിയുണ്ട്, there is gnashing of teeth, ദാഹമുണ്ട്, there is thirst, ദണ്ഡനമുണ്ട്. ദണ്ഡനം torturing also is there. ഇടയ്ക്കിരിക്കുമ്പോ ഒരു അടിയോ കുത്തോ കിട്ടും. So in between you will get beating and ഈ poking. തീക്കകത്ത് കിടക്കുക മാത്രമല്ല, ഇടയ്ക്കൊരു ദണ്ഡനം. Not only you are in the lake of fire, but in between a torture. കാരണം ഇവിടെ ഈ സുവിശേഷം തിരസ്കരിച്ചവൻ അനുഭവിക്കാൻ പോകുന്നത് ബൈബിള് വെളിപ്പെടുത്തിയത് ഭയങ്കരമാണ്. Oh, it is just fearful those who are rejecting the gospel. Yes, അവർക്ക് മടങ്ങി വരാൻ ഒരു നിവൃത്തി. Oh, they don't have any scope of coming back. പിന്നെ ഞാൻ ഈ ഭാഗം നോക്കിയപ്പോൾ And again, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവര് കിടക്കുന്ന കമ്പനി എങ്ങനെയുള്ളതാണ്. and just imagine the company of the people they are lying with. നമ്മുടെ കള്ളുകുടിയന്മാരെ അടുക്കുമല്ലോ നമുക്ക് പോയിരിക്കാൻ ഇഷ്ടമുള്ളൂ. Can you imagine we among the drunkards? നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോകത്തുള്ളൂ, നമുക്ക് അവിടെ ഇരിക്കാൻ Oh, we will just run away. We cannot sit there. ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെല്ലാം കൂടെ ഒരിടത്ത് കൂടിയിട്ട് അവിടെ കിടക്കാന്ന് പറഞ്ഞാൽ So can you imagine all these persons, wicked people are gathered in one place. സകല ദുഷ്ടന്മാരും കൂടെ അവിടെ ചെന്നിരിക്കുക. The wicked people of the world are in that one place. ബൈബിള് വളരെ വ്യക്തമായി പറഞ്ഞു, ഇത് സാത്താനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയതാണ്. Oh, Bible is very clear that it was prepared for Satan and his followers. അപ്പൊ സാത്താനും ഉണ്ട്, അവന്റെ ദൂതന്മാരും ഉണ്ടോ? So Satan is there and his angels are also there. മാത്രമല്ല സകല ദുഷ്ടന്മാരും ഉണ്ട്. Not only that, all the wicked are there. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും അവിടെ ഒരു ബോർഡ് കാണാം, നോ എക്സിറ്റ്. Wherever you see, there is a board written no exit from this place. അവിടെ നിന്ന് പുറത്തു പോകാനും നിവൃത്തിയില്ല. Oh, there is no recourse to come out. നിത്യനരകം. It's an eternal hell. നിത്യനരകമാണോ? Is it the eternal hell? എന്റെ ഭാര്യ ഇത് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു,
ദൈവം സ്നേഹമുള്ള ദൈവമല്ലേ, എപ്പോഴേലും ഒന്ന് വിടുവിക്കായിരിക്കും. And he said to when he was telling about this subject, our Lord is a God of love. Will He not be having compassion? ദൈവം എപ്പോഴേലും നരകത്തിൽ നിന്നൊന്ന് വിടുവിക്കുമോ? 1000 വർഷം കഴിഞ്ഞാലെങ്കിലും ഒന്ന് വിടുവിക്കുമോ? Oh, will Lord deliver these people after 1000 years of reign? വേദപുസ്തകത്തിൽ നരകത്തെ കുറിച്ച് പറഞ്ഞിടത്തെല്ലാം wherever the hell is referred to in the scriptures, ഒരു പ്രത്യേക വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. there is a peculiar word that is used. നിത്യനരകം. It is called the eternal നിത്യാഗ്നി, eternal fire, നിത്യശിക്ഷാവധി, everlasting or eternal punishment. എന്നെ കേൾക്കുന്നവർ ഓർത്തു വയ്ക്കുക, ഒരിക്കലും വിടുതലില്ലാത്തൊരു സ്ഥലം. Oh, it's a place where there is no redemption rescue. വെളിപാട് 20:10, Revelation chapter 20 and verse 10. അവരുടെ ദണ്ഡനത്തിന്റെ പുക, their torture, the fire of their torture, forever and ever, it's forever and ever. എന്നേക്കും. It's forever, it's everlasting. ഒരിക്കലും അത് അവസാനിക്കുന്നില്ലേ? The torment is day and night forever. ദൈവം അവരെ നോക്കത്തേയില്ല. പോകാൻ ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പോകാൻ പറഞ്ഞ് അവരെ Oh, they have been cast into, and Lord will never look into that place. അഡോൾഫ് മോണ്ട് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പ്രാസംഗികൻ, There was a French preacher called Adolphe Mond. അദ്ദേഹത്തിന് ഒരു ആഗ്രഹം, വേദപുസ്തകത്തിൽ ഒരു വാക്യമെങ്കിലും ഉണ്ടോ എപ്പോഴെങ്കിലും നരകത്തിൽ നിന്ന് വിടുവിക്കും. Oh, he researched if there is any one verse that there will be a compassion by the Lord for such people. അദ്ദേഹം ബൈബിള് തപ്പി, He searched the Bible. ഒരു വാക്യം കിട്ടാൻ വേണ്ടി One verse to find. ഓരോ പേജുകൾ തപ്പിയിട്ടും കാണാനില്ല. Oh, he searched pages of the scripture, he could not find. അവസാനം മത്തായി 25:46 വന്നു. He came to Matthew chapter 25 and verse 46. അവിടെ താൻ വന്നപ്പോൾ When he came there, അവര് നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യ ജീവനും ദുഷ്ടന്മാർ നിത്യശിക്ഷയ്ക്കും അവകാശികളായി തീരുമെന്ന് കണ്ടു. oh, it very clearly says the wicked will be having everlasting punishment and the righteous will have eternal life. മത്തായി 25:46. Yes. അവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാൻ നിത്യജീവനിലേക്കും പോകും. Oh, the wicked will go to everlasting punishment and the righteous will go to eternal life. ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്. അത് I read like this. അദ്ദേഹം കരങ്ങൾ കൊണ്ട് മുഖം മൂടി. Oh, he just covered his face. കുനിഞ്ഞിരുന്നു. He bowed down. കർത്താവേ, ഞാനിത് സമ്മതിക്കുന്നു. And he said, oh, even I accept it. ഇത് നിത്യശിക്ഷയാണ്. Oh, it's an eternal punishment. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, Oh, dear brethren who are here, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടാണെന്നറിയാം. we will believe that all of you are saved. നമുക്ക് ലഭിച്ച രക്ഷ എത്ര വലുതാണ്. Oh, how big or how precious is the salvation that കർത്താവിന് അറിയാം, ഈ കർത്താവ് ഇത് സൃഷ്ടിച്ചുകൊണ്ട് അവനറിയാം ഇതിന്റെ ഭയങ്കരത്വം. Oh, because God created this place of hell, He knows the torment and the gravity of that place. നമ്മളെ അതിൽ നിന്ന് വിടുവിക്കാൻ Oh, for rescuing us from that place. അവൻ ക്രൂശിൽ വന്ന് Oh, He came down to the cross. നരകവേദനയാണ്. And He experienced that pain of hell. ഇനി നമുക്ക് ആ വേദനയില്ല. Oh, we don't have the pain. നമ്മള് കുറവുള്ളവരാണ്. We are having shortcomings. നമ്മൾക്ക് ഒത്തിരി തെറ്റുണ്ട്. We have a lot of mistakes in our life. എന്നാൽ രക്തസ്രവമുള്ള സ്ത്രീ, the woman who the had that issue, woman with the blood issue, അവള് അവന്റെ വസ്ത്രം ഒന്ന് തൊട്ടതേ ഉള്ളൂ. oh, she just touched the garment. അവൾക്ക് സൗഖ്യം വന്നു. She was healed. ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം. Oh, it is because of one reason that we have believed in Lord. എന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു. All the sins have been ഞാൻ removed. ഇനി അത് ഓർക്കത്തില്ലെന്ന് പറഞ്ഞു. And Lord says, I will remember no more. കർത്താവ് ക്ഷമിക്കാത്ത ഒരു ഒറ്റ പാപം പോലും. Oh, there is no sin that Lord has not forgiven. എന്തു വലിയ രക്ഷ. Oh, what a great salvation. ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷയില്ല. And those who are in Christ, there is no condemnation. കുറവുകളൊന്നേക്കാം, There could be shortcomings. ബലഹീനതകളുണ്ടായേക്കാം. Oh, weaknesses will be there. ക്രൂശ് മൂലം എനിക്കിനി ഒരു ശിക്ഷയില്ല. But through cross, we have no more punishment. എന്നാൽ ക്രിസ്തുവില്ലാത്തവരുടെ നിത്യത എത്ര ഭയങ്കരമാണ്. Oh, just imagine the person who does not have Christ, see the torment awaiting him. ഈ സുവിശേഷം പറയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. Oh, we are obligated to share this gospel. ആ സുവിശേഷം പങ്കുവെക്കണം. Oh, we need to share gospel. ഏതെങ്കിലും വിധത്തിൽ In whatever ഒരു means. ആത്മാവിനെങ്കിലും നേടിയെടുക്കാൻ Oh, even if we can save one soul, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. let Lord enable us to do so. ഒരു സ്വർഗമുണ്ട്. There is a heaven. ആ സ്വർഗത്തിന്റെ നേരെ എതിരാണ് നരകം. Oh, it's exactly opposite of what heaven, the hell is. എന്തെല്ലാം സ്വർഗത്തിലുണ്ടോ അതിന്റെ നേരെ എതിരാണ്. Whatever is in heaven, the exact opposite is that in hell. സ്വർഗത്തിൽ അവിടെ അടുത്തുകൂടാത്ത വെളിച്ചമാണ്. Oh, heaven is a place of light. എന്നാൽ നരകം അവരെ പുറത്തുള്ള ഇരുട്ടിലേക്ക് തെളിക്കും. Oh, but hell is a place of darkness. സ്വർഗം സന്തോഷത്തിന്റെ സ്ഥലമാണ്. Oh, heaven is a place of joy. ഇവിടെ നരകം
ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ കരച്ചിലിന്റെ സ്ഥലമാണ്. Oh, but the place of hell is a place of sorrow and crying. സ്വർഗം സംഗീതത്തിന്റെ പ്രതലമാണ്. Oh, in heaven it's a place of singing. കർത്താവിന്റെ ജനനത്തിങ്കൽ The birth of Christ. നമ്മൾ വായിക്കുന്ന ദൂതന്മാരുടെ ഒരു സംഘം, ആ കൊയറിന്റെ ഒരു സംഘമാണ് താഴെ വന്ന് പാടിയത്. It says that the host of angels came down and they sang out. സ്വർഗം സംഗീതത്തിന്റെ പ്രതലമാണ്. Oh, the heaven is a place of singing. സംഗീതമില്ലാത്തൊരു സ്ഥലമുണ്ട്, അത് നരകമാണ്. If there is one place there is no singing, that is the place of hell. അവിടെ ഗീതങ്ങളില്ല. There is no songs. സ്വർഗത്തിൽ നമ്മുടെ സ്നേഹിതരും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മൾ ഒന്നിച്ചുണ്ടായി. Oh, in the place of heaven we have all the dear ones and the friends right next to us. നരകത്തിൽ സാത്താനും അവന്റെ ദൂതന്മാരും സകല ദുഷ്ടന്മാരുമായിരിക്കും അവരുടെ കമ്പനി. Oh, in hell the company is all the wicked and the Satan and his army. കർത്താവ് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളുടെ കൈകളാണ് തടസ്സമെങ്കിൽ അതിനെ മുറിച്ചു കളയുക. The Lord said that if for you to get this salvation, if it is your hand that is the hindrance, cut it off. നിങ്ങളുടെ കണ്ണുകളാണെങ്കിൽ അത് ചൂഴ്ന്നു കളയുക. Oh, if it is the eye that is stopping you from this salvation, just pluck it off. നിങ്ങളുടെ കാലാണെങ്കിൽ വെട്ടിക്കളയുക. Or if it is your legs, just cut it off. ഈ ലോകത്തിൽ ഒരു കാലുള്ളവനായി ഒരു കൈയുള്ളവനായി ജീവിച്ച് സ്വർഗത്തിൽ കിടക്കുന്നതാണ് നല്ലത്. Oh, it is better to have one leg, one eye and one hand and to live in this world and go into heaven. ആ സ്വർഗം കരസ്ഥമാക്കാൻ കർത്താവ് പറഞ്ഞു. Oh, Lord is saying to obtain that heaven. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Let Lord enable us to do so. ഇനി നമുക്ക് ചോദ്യോത്തരം. Now is the time for question and answers. കുറച്ച് ചോദ്യങ്ങളും കിട്ടിയിട്ടുണ്ട്. And there's got few questions. ഞാൻ ഓരോന്ന് ആൻസർ ചെയ്യാം. വേണം. Is resurrection of body different from resurrection of spirit? അതായത് പുനരുത്ഥാന ശരീരവും പുനരുത്ഥാന ആത്മാവും രണ്ടാണോ? ശരീരത്തിനും ആത്മാവിന് പുനരുത്ഥാനമില്ല. Yeah, there is no resurrection of the question was there is a difference between the resurrection of the body and the resurrection of spirit. Uncle says that there is no resurrection for the spirit. Resurrection എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പുനരുത്ഥാനം, വീണെടുത്തു എന്ന് എഴുന്നേൽക്കുക. The meaning of the word resurrection is where you are fallen, you are rising up from that. പുനരുത്ഥാനം. It's a resurrection. Yes, അത് ശരീരത്തിനാണ് ആ പുനരുത്ഥാനം. It is only for the body. ആ ശരീരത്തിൽ ആത്മാവ് കടന്നു വരും. It is in that body that the spirit enters. If spirit alone was taken up from first level of Sheol, body will be resurrected later, then what form does the person exist in paradise today? അതായത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയാൽ ഈ വ്യക്തിയുടെ ആത്മാവിന്റെ രൂപം എങ്ങനെയായിരിക്കും? What will be the അതേ രൂപമായിരിക്കും. ഇപ്പൊ നമുക്ക് എന്ത് രൂപമുണ്ട്? ആ രൂപമായിരിക്കും. കാരണം ലൂക്കോസ് 16 ധനവാന്റെ ലാസറിന്റെ കാര്യം, അബ്രാഹാമിനെ മനസ്സിലാക്കി ലാസറിനെ തിരിച്ചറിഞ്ഞു. അവിടെ എല്ലാം തിരിച്ചറിയുന്നുണ്ട് ശരീരമില്ലാതെ. So even without body you can identify the other people. അബ്രാഹാമും പുനരുത്ഥാനം പ്രാപിച്ചിട്ടില്ല. കർത്താവ് വന്നാലേ പുനരുത്ഥാനം പ്രാപിക്കുള്ളൂ. Even Abraham is not resurrected. It is after Lord comes only he will be resurrected. പക്ഷെ അബ്രാഹാമിനെ തിരിച്ചറിഞ്ഞു. But the people, the rich man identified Abraham. So ആ രൂപം ഉണ്ടായിരിക്കും. So that form is there. If a resurrected body looks like us, then will there be black, white, short, tall, etc.? The description of how the resurrected body is. അതായത് 1 കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ വായിക്കണ്ട. 1 Corinthians 15 is 35 തൊട്ട് 48 വരെ വാക്യത്തിൽ പുനരുത്ഥാനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പൗലോസ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നുണ്ട്. Chapter 15, 1 Corinthians, verse 35 onwards. Verse 35 onwards, he is using how to make us understand the aspect of resurrection. പുനരുത്ഥാനം എങ്ങനെയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. It's very difficult to make us understand this concept of resurrection. ബൈബിള് എങ്ങനെയാണ് അത് പറഞ്ഞു മനസ്സിലാക്കിയെന്ന് അറിയാമോ? How did Bible explain us? ഒരു വിത്ത് വിതയ്ക്കുന്നു. It says if the seed is sown, വിതയ്ക്കുന്നത് ചത്തില്ലെങ്കിൽ, if it is not falling and dying, അത് കേൾക്കുന്നില്ല. then it will not resurrect. അതാണ് പുനരുത്ഥാനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഇലസ്ട്രേഷൻ. That is the example that is used in Bible. നമ്മൾ ഗോതമ്പിന്റെയോ എന്തിന്റെയും മണി വിതയ്ക്കുന്നു. Whether the wheat or any other grain, when we are sowing it, ആ മണി
അഴുകി മണ്ണിൽ ചേരുന്നു. It has to corrupt and then form it in the dust. ആ മണിയിൽ നിന്ന് തന്നെ വീണ്ടും കിളുത്ത് വരുന്നു. And it is from that dust or that earth it again resurrects. എന്നാൽ പഴയ മണിയല്ല കിളുത്തേക്കുന്നത്. It is not the old grain that has come out. പക്ഷേ അതിൽ നിന്ന് കിളുത്ത് വന്നതാണ്. But it is through that seed a new resurrection happens. അതിന് സിമിലാരിറ്റി ഉണ്ട്. There is a similarity. അതിന് ഡിസിമിലാരിറ്റി ഉണ്ട്. There is also dissimilarity. പുനരുത്ഥാനം അങ്ങനെയാണ്. It's like that. എന്നാൽ ഗോതമ്പ് തന്നെയാണ് കിളുത്തേക്കുന്നത്. But if you see, it is the wheat that the wheat has come out. ഇത് റിസറക്ഷൻ എന്ന് പറയുമ്പോൾ റീകൺസ്ട്രക്ഷൻ അല്ല, നമ്മുടെ പഴയ എല്ലാം കൂടെ കൂട്ടിച്ചേർക്കുകയല്ല. It's not a reconstruction of what നമുക്ക് മഹത്വീകരിക്കപ്പെട്ട ഒരു ശരീരം തരികയാണ്. It is a transformed body that we get. അവള് ഇവിടെ ചോദിക്കുന്നുണ്ട്, does this contradict 1 Corinthians 15:44? Does it contradict 15:44? Is 1 Corinthians 15:44 in that verse 44, പ്രാകൃത ശരീരം വിതയ്ക്കുന്നു, ആത്മിക ശരീരം ഉയർത്തുന്നു. it says it is sown in a natural body and it is raised up a spiritual body. അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. We need to understand the meaning. നാച്ചുറൽ ബോഡി എന്ന് പറയുമ്പോൾ When they say about natural body, ഈ ഭൂമിയിൽ ജീവിക്കാൻ സ്യൂട്ടബിൾ ആയ ഒരു ബോഡി. it's the body suitable to live in this earth. സ്പിരിച്വൽ ബോഡി എന്ന് പറയുമ്പോൾ When we talk about spiritual body, ഈ ബോഡിയുടെ അത് രൂപാന്തരം പ്രാപിച്ച് ഇറ്റ് വിൽ ബി സ്യൂട്ടബിൾ ടു ലിവ് ഇൻ ഹെവൻ. സ്വർഗ്ഗത്തിൽ ജീവിക്കാൻ കഴിയുന്ന, അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയുന്ന പോലെ ആ ശരീരമായി മാറും. So what when we talk about the spiritual body, the meaning is that the body which gets transformed to be suitable for a place in heaven or in air. അന്ന് നമുക്ക് ഒരു സ്പിരിച്വൽ ബോഡി കിട്ടും. ഇന്ന് നമുക്ക് നാച്ചുറൽ ബോഡിയാണ്. What have been given to us is a natural body to live in this earth. A person dying at the age of 10 and a person dying at the age of 70, will they look same as they left the earth in eternity? അതായത് 10 വയസ്സിൽ മരിച്ചവരും 70 വയസ്സിൽ മരിച്ചവരും അതേ പ്രായത്തിൽ അവിടെ കാണുമോ? ഡോഗ്മാറ്റിക് ആയിട്ട് നമുക്ക് തെളിയിക്കാൻ വാക്യമില്ല. There is no dogmatic verse from the scripture that can reveal what form, whether it's the age 10 or 70 that you look like. ഒരു വാക്യം, but one verse, നാം അവനെ കാണുമ്പോൾ അവനെ പോലെ ആയിത്തീരും. it says that when we see him, we will be like him. That is the കർത്താവിനെ പോലെ നമ്മളായി മാറും. It says that we will be like Christ. ആ വാക്യത്തെ ആസ്പദമാക്കി So based on that verse, പലരും പറയുന്നു എല്ലാവരും 33 വയസ്സുള്ളവരാകും. so many teach that it will be that age of 33 which will be the എനിക്ക് അറിഞ്ഞുകൂടാ. We do not know. പക്ഷേ കർത്താവിനെ കാണുമ്പോൾ നമ്മൾ കർത്താവിനെ പോലെ ആകും. But it says that when we see Christ or when we see Lord, we will be like him. ഏതായാലും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രായം ചെന്ന് ക്ഷീണിച്ചവരൊക്കെ മാറി നല്ല യൗവനയുക്തരാകും. Yeah, but one thing is very clear that those who go to heaven, they will be refreshed and youthful always. Yes, യുവാക്കളായ മഞ്ഞ് നിനക്കുണ്ട്, തിരുവചനത്തിൽ വായിക്കുന്നു. യുവാക്കളായ there's a verse യൂത്ത്ഫുൾ, ആ ഒരു യൂത്ത്ഫുൾ, അതായത് കാരണം സ്വർഗത്തിൽ നമ്മൾ വായിക്കുന്ന രാത്രി ഇല്ലല്ലോ. Because there is no darkness there. There is no night. ഈ രാത്രി വേണം ഈ ശരീരത്തിന് ഉറങ്ങാൻ, ഇല്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം ഒന്നും നേരെ നിൽക്കത്തില്ല. Because the night aspect is not there in heaven for we to rest. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ രാത്രിയില്ല, നമുക്ക് ഉറങ്ങേണ്ട ആവശ്യമില്ല, നമ്മുടെ സ്പിരിച്വൽ ബോഡിയാണ്. It's a transformed spiritual body. It is not requiring any rest. ഉറങ്ങിയില്ലേലും ഒരു ക്ഷീണവും വരത്തില്ല. And even if you don't sleep, there is no tiredness. അത് സ്പിരിച്വൽ ബോഡിയാണോ? And because it's a spiritual body. മാത്രമല്ല നമ്മൾ പെർഫെക്റ്റ് യൂത്തിലായിരിക്കും നമ്മളെ കാണപ്പെടുന്നത്. Oh, we will be identified or we will be looking like a youthful body. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന കറുപ്പും വെളുപ്പൊന്നും ആയിരിക്കില്ല, നമ്മളൊക്കെ ശോഭ കൊണ്ട് നിറയും. Oh, we will be transformed, shining rather than this color of black and white. കർത്താവിനെയും അതുപോലെ മോശ എലിയാവിനെയൊക്കെ മറുമലയിൽ കണ്ടപ്പോൾ അവരൊക്കെ ശോഭിക്കുകയായിരുന്നു. Their appearance when Elijah and Moses and Lord Jesus Christ came after, they were having a glorious appearance. Yes. അടുത്ത ചോദ്യം, how can it be proved that the event in Acts when Paul was stoned and left for dead is the same that taken to third heaven? അതായത് പൗലോസിനെ കല്ലെറിഞ്ഞ് കൊന്ന അതേ സംഭവം ലുസ്ട്രയിൽ നടന്നതാണോ എന്ന് എങ്ങനെ അറിയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ മറുപടി ഞാൻ ഉപയോഗിക്കുന്നത് ന്യൂ കിങ്സ് ജെയിംസ് വേർഷൻ ബൈബിളാണ്. ഈ NKJV ബൈബിളില് ഇതിന്റെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ആക്ട്സ് ചാപ്റ്റർ 14 റെഫറൻസ്, അതായത് ആക്ട്സ് ചാപ്റ്റർ 14 19-20 പൗലോസ് മരിച്ചുവെന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ റെഫറൻസ് കൊടുത്തിരിക്കുന്നത് ഈ 2 കൊരിന്ത്യർ 12 സംഭവമാണ്.
There was a question where uncle had taught about the two events where Apostle Paul is taken up to the third heaven, and to prove that I told it to happen. അത് സംഭവിച്ചത് ലുസ്ത്രയിൽ കല്ലെറിഞ്ഞ് കൊന്നപ്പോഴാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. So that reference is very clear in NKJV reference. NKJVയിൽ എൻ്റെ ഇരിക്കുന്ന ബൈബിളിൽ റെഫറൻസ് കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ്. മാത്രമല്ല പൗലോസിന് ആ സംഭവം നടന്നതിന് 14 വർഷം മുമ്പ് ഇതാണ് നടന്നിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. And there's a reference in that verse which said 14 years before, and that reference is exactly this reference that is happening in Acts 14. Yes, ഞാനത് അങ്ങനെ തന്നെ അങ്ങ് എടുത്തു. അല്ലാതെ ഞാൻ പോയി പൗലോസിന്റെ ജീവിതം മുഴുവൻ അപഗ്രഥിച്ചു നോക്കിയില്ല. ഞാൻ ആ റെഫറൻസ് വെച്ച് അത് ഞാൻ അങ്ങനെ ആ വസ്തുതകൾ മനസ്സിലാക്കിയാണ്. Will we have emotion when we see loved ones in heaven or in hell? For example, if someone knows that he is in hell, does he will have regret? ഒരാൾ നരകത്തിൽ പോയ, നമുക്ക് സ്വർഗത്തിലും ചെല്ലുമ്പോൾ വികാരങ്ങൾ ഉണ്ടായിരിക്കും, എമോഷൻസ്. ഇപ്പൊ നരകത്തിൽ ഒരാൾ പോയി, നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ നരകത്തിൽ കിടക്കുക, നമുക്ക് കണ്ട വിഷമം തോന്നുമെന്നാണ് ചോദിച്ചേക്കുന്നത്. We will have emotions. The question was whether there will be emotions when we go to heaven. Uncle is saying clearly, when we realize that there are some of our dear ones in hell, the emotion of pain or that sorrow will certainly be there. പക്ഷേ നമ്മൾ ആ എമോഷനെ കവർ ചെയ്യും. കാരണം നമ്മുടെ സ്പിരിച്വൽ ബോഡി ആകുമ്പോൾ we will have a spiritual outlook. We will think as the Lord thinks. കർത്താവ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ തുടങ്ങും. അവന് രക്ഷിക്കപ്പെടാഞ്ഞത് കൊണ്ടാണല്ലോ അവൻ പോയത്. കർത്താവ് എങ്ങനെ ചിന്തിക്കുന്നു ഏതാണ്ട് അതുപോലെ ചിന്തിപ്പാൻ നമ്മുടെ മൈൻഡൂടെ മാറ്റപ്പെടും. So the body, our body that we get is going to be transformed, spiritual body, and we will be looking at things from that Christ-like nature or Christ-like attitude. അതുകൊണ്ട് എന്ന് സ്വർഗത്തിൽ നമ്മൾ അതോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കില്ല, പക്ഷേ we will be നമുക്കത് കാണാൻ കഴിയും. So we may have emotions, but then we will not be overtaken by those emotions. അടുത്തത്, will there be children in heaven? സ്വർഗത്തിൽ കുട്ടികളുണ്ടായിരിക്കും. Will there be? ഒന്നാമത് കുട്ടികൾ ഉണ്ടാകത്തില്ല, കാരണം നമ്മൾ ദൂതന്മാരെ പോലാകും, വിവാഹം കഴിക്കുകയോ കൊടുക്കുകയോ ചെയ്യത്തില്ല. So there will not be any children in heaven. കുട്ടികളായിട്ട് അവിടെ ചെന്നാൽ അവര് നമ്മൾ ഓർപ്പിച്ച പോലെ നല്ല യൂത്തിലായിരിക്കും അവരെ കാണുന്നത്. So they get elevated to the age of that. Will be taken to heaven immediately after death. മരിച്ചു കഴിഞ്ഞ ഉടനെ സ്വർഗത്തിലോട്ട് എടുത്തുകൊള്ളപ്പെടും. Yes, to be absent from body and to be present with the Lord. ശരീരം വിട്ട് കർത്താവിനോട് കൂടെ. കർത്താവ് ഇവിടെ പിതാവിന്റെ വലതുഭാഗത്താണ്. He is at the right hand of Father. What happens to unbelievers who have never heard the opportunity of gospel? സുവിശേഷം ഒരിക്കലും കേട്ടിട്ടില്ലാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? Romans chapter 2 verses 14 to 16. റോമലേഖനം 2:14-16 വരെ വളരെ വ്യക്തമായി സുവിശേഷം കേൾക്കാത്തവരെ എങ്ങനെ ന്യായം വിധിക്കുമെന്ന് പറയുന്നു. കോൺഷ്യസ് ബേസ് ചെയ്താണ് അവരെ ന്യായം വിധിക്കുന്നത്. എന്നാൽ ഒരു സുവിശേഷം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരാളെ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ചാൽ അവനെ രക്ഷയ്ക്ക് കൊണ്ടുവരും. കൊർണേലിയോസ്, എക്സാമ്പിൾ കൊർണേലിയോസ്. അനദർ എക്സാമ്പിൾ എത്യോപ്യക്കാരനായ ഷാണ്. അവന്റെ അടുക്കലോട്ട് ഫിലിപ്പോസിനെ സുവിശേഷം പറയാൻ അയച്ചു. കൊർന്നേലിയോസിന്റെ അടുക്കലോട്ട് പത്രോസിനെ അയച്ചു. സാധു സുന്ദർ സിംഗ് ഒരു സിഖുകാരനാണ്. അദ്ദേഹം ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് അറിയണം. സൂയിസൈഡ് ചെയ്യാനായിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ദൈവം ഉണ്ടെങ്കിൽ എനിക്കറിയണം, ഇല്ലെങ്കിൽ ചാകാൻ പോവാം, ട്രെയിനിന്റെ കീഴിൽ തലവെക്കാൻ പോവാം. ലാസ്റ്റ് പുള്ളി പ്രാർത്ഥിക്കുകയാണ് സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ്. യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. God has different ways. ഒരാള് കർത്താവ് പറഞ്ഞു, if you search me with your whole heart you will see, you will find me. എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ഏത് ജാതിയിൽപ്പെട്ടവനും കർത്താവിനെ എനിക്ക് രക്ഷിക്കപ്പെടണം, എനിക്ക് ജീവനുള്ള ദൈവത്തെ അറിയണം, അവൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ദൈവം അവനൊരു വഴി തുറന്നു കൊടുക്കും. നമ്മുടെ സ്വന്തക്കാർ മരിക്കുമ്പോൾ ബന്ധത്തിൽ അവരെ തിരിച്ചറിയാൻ സാധിക്കും. തിരിച്ചറിയാം. പിതാവ്, മാതാവ്, ഭർത്താവ്, ഭാര്യ, മക്കൾ, അവരെ തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അല്ലെങ്കിൽ സ്വർഗമല്ല. ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ മകനെ അവിടെ വിട്ട് പോയി ചെന്ന് കാണും. യാക്കോബ് പറയുന്നുണ്ട്, ഞാൻ ജോസഫിനെ അവിടെ ചെന്ന് കാണുമെന്നുള്ളത്. അടുത്തത്, will there be children in heaven? Will there be children in heaven? Yes. 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 Will there be children in
എനിത്തിങ് ഫ്രം സ്ക്രിപ്ചർ ഹൂ ലിവ്സ് ഇൻ ന്യൂ എർത്ത്. അയ്യോ വേദോസത്തിൽ ഒത്തിരിയുണ്ട്. ആരാണ് പുതിയ എർത്തിൽ, പുതിയ ഭൂമിയിൽ ജീവിക്കുന്നത്? ഞാനൊന്ന് ഓടിച്ചു പറയാം. ഇപ്പോൾ റാപ്ചർ നടക്കുമ്പോൾ വിശുദ്ധന്മാരങ്ങ് കയറിപ്പോ. When the rapture happens, the believers will be taken up. പിന്നെ ഇവിടെ ദുഷ്ടന്മാരേ ഉള്ളൂ. Then down it is only the wicked people. ഒരു ചോദ്യം കൂടെ ഉണ്ട്, അതുകൂടെ അങ്ങ് ആൻസർ ചെയ്തേക്കാം. അതിലൂടെ മത്തായി 24:14 രാജ്യത്തിന്റെ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. രാജ്യത്തിന്റെ സുവിശേഷം എന്താണ് ഇവിടെ പറയുന്ന അവസാനം എന്താണ്? ഈ റാപ്ചർ കഴിഞ്ഞിട്ടാണ് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. It is after the rapture that the message of gospel of the kingdom is gospel of the kingdom. അതായത് gospel of grace അല്ല, gospel of the kingdom. So it's the gospel of kingdom that is preached after the rapture. John the Baptist പ്രസംഗിച്ചത് gospel of the kingdom. John the Baptist preached the gospel of kingdom. സുവിശേഷം ഇന്ന് മുസ്ലിം കൺട്രിയിലോ കമ്മ്യൂണിസ്റ്റ് കൺട്രിയിലോ പ്രസംഗിക്കാൻ ഒക്കില്ല. We cannot preach gospel in the banned countries. മാത്രമല്ല ഇസ്രായേലിലും പ്രസംഗിക്കാൻ ഒക്കില്ല. And even in Israel that cannot do. കർത്താവ് പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ ഗൃഹത്തിൽ സഞ്ചരിച്ച് തീരത്തില്ല. You will not fulfill preaching എന്നുള്ളത് കർത്താവ് പറഞ്ഞു. Christ was very clear that you will not fulfill completing the preaching of gospel. എന്നാൽ സുവിശേഷം പ്രസംഗിക്കുന്നത് അത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. ആഫ്റ്റർ ദ റാപ്ചർ ഭൂമി മുഴുവൻ ഇളകി മറിയും. അന്ന് 144,000 Jewish people will go around the globe preaching this gospel. So after rapture there is another preaching that will happen, and almost 144,000 Jewish people will be saved in that time. They will be preachers. They will be preachers. അവരുടെ പ്രസംഗം കൊണ്ട് അനേകർ രക്ഷിക്കപ്പെടും. And through their messages many will be saved. ആ രക്ഷിക്കപ്പെട്ടവരെയാണ് 1000 ആണ്ട് വാഴ്ചയിൽ കയറ്റുന്നത്. And those who are saved based on that preaching is entering into the millennium kingdom. ഈ 1000 ആണ്ട് വാഴ്ചയിലും ജനറേഷൻസ് ഉണ്ടാകുമ്പോൾ ഒരു കൂട്ടർ കർത്താവിനോട് എതിർക്കും. And even in their generations will be there, and there will be a group of people who will reject Christ. അവരെ മാറ്റിക്കളയും. And they will be cast away. ബാക്കിയുള്ളവരാണ് ന്യൂ എർത്തിൽ കയറുന്നത്. And those who are remaining will be going into the new earth. അവര് വീണ്ടും പ്രസവിക്കും, പെറ്റുപെരുകും. Again they will generate. യെശയ്യ chapter 9 വായിക്കണ്ട. അവിടെ വായിക്കുന്നു, of the increase of his kingdom there will be no end. Of the increase of his kingdom. അവന്റെ രാജ്യത്തിന്റെ വർധനയ്ക്ക് അവസാനം ഉണ്ടാകത്തില്ല. സമയം അനുവദിക്കത്തില്ല, അല്ലെ ഞാൻ കാണിക്കായിരുന്നു. ഈ ഗോളത്തിലൊക്കെ കൊണ്ടുപോയി താമസിപ്പിക്കും. ഈവൻ ഇൻ മോർണിംഗ് സ്റ്റാർസ്. ഈ ഭൂമി നിറഞ്ഞു കഴിയുമ്പോൾ പ്രസവമുണ്ട്, മരണമില്ല, വീണ്ടും മാറ്റും. ഞാൻ അവന് ഇരുമ്പുകൾ കൊണ്ട് ഭരിക്കാൻ വരം കൊടുക്കുക മാത്രമല്ല, ഐ വിൽ ഗിവ് ഹിം മോർണിംഗ് സ്റ്റാർ ടു. So even in the new earth there is population. Yes, new earthൽ വീണ്ടും ജനനം നടക്കും. അവന്റെ രാജ്യത്തിന്റെ വർധന അവസാനിക്കത്തില്ല. പ്രവചനമാ കർത്താവിന്റെ. ഈ നക്ഷത്രങ്ങളൊക്കെ വെറുതെ കിടക്കുകയല്ല, അതിനൊക്കെ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. ഐ വിൽ ഗിവ് ഹിം മോർണിംഗ് സ്റ്റാർ. അതൊരു കൂട്ടം നക്ഷത്രങ്ങളാണ്. ഞാൻ വാക്യങ്ങൾ വേണേ പിന്നെ എടുത്തു തരാം, ഞാൻ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ചോദിച്ച ചോദ്യം, ന്യൂ ഹെവനിലും ന്യൂ എർത്തിലും ആര് താമസിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞതാണ്. യെസ്. അടുത്ത ചോദ്യം പലരും ഇപ്പം ചോദിക്കുന്ന ചോദ്യമാണ്. ഗോസ്റ്റിനെ കുറിച്ചാണ്. ഗോസ്റ്റിനെ കണ്ടെന്നൊക്കെ പറയുന്നത് ശരിയാണോ? അഹൂജ ബോർഡ് ഇതായിട്ടുള്ളതാണോ? പല സ്റ്റോറീസ് ഉണ്ട് ഗോസ്റ്റിനെ കണ്ടെന്നൊക്കെ. ഗോസ്റ്റ് എന്നുള്ളത് ശരിയാണ്. There is ghost. There is some truth in the existing of ghosts or the demons in this earth. ബൈബിള് മുഴുവൻ അതല്ലേ പഠിപ്പിക്കുന്നത്. Because scripture is very clearly speaking about it. Yes, പാതാള ഗോപുരങ്ങൾ, gates of hell will not prevail. Gates എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ആ ഭരണകർത്താക്കളെയാണ് കാണിക്കുന്നത്. അവരിയ്ക്കുന്ന സ്ഥലമാണ് ഗേറ്റ്. അവരെല്ലാം കൂടെ ജയിക്കില്ലെന്ന് പറഞ്ഞാൽ അവന്മാരവിടെ കൂടിയിരുന്ന് ആലോചിക്കുക എങ്ങനെ വേണം അബുദാബി സഭയെ നശിപ്പിക്കാൻ. അവരിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവർക്ക് നശിപ്പിക്കാനൊക്കത്തില്ല. കാരണം കർത്താവ് സഭയെ പണിതുകൊണ്ടിരിക്കുക. വിശ്വാസികളുടെ ജീവിതത്തിലൊക്കെ കടന്നു വന്ന് നാശം ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ ഇവരെ നമ്മുടെ satanic worshippers ഉണ്ട്. അവർ ലിറ്ററലി സാത്താനെ വർഷിപ്പ് ചെയ്യുന്നു. So there is a concept of fallen angels and the demons who are still prevailing this word, and their ministry is to take maximum company to the hell, and they try to prevail against the
gospel and the people of God. So that concept of ghost or the fallen demons are still prevailing in this. If you go to many parts of India, you will have the stories too. ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നാല് ഈ സേവ എന്നൊക്കെ പറയും. സേവ ഈ എന്താ പറയുന്നത്, ചാത്തൻ സേവ, അതൊക്കെ ശരിക്കുള്ളതാ. അത് ശാസിനെ കൊണ്ട് കാര്യങ്ങൾ നടത്തുന്നു. Even in Western countries, there are the Church of Western countries, കൊച്ചിയിലുണ്ട്. അതൊക്കെ പണ്ടായിരുന്നു. കൊച്ചിയൊക്കെ അഡ്വാൻസ് ആയി പോയി. കൊച്ചിയിലുണ്ട്. ഞാൻ അതിന്റെ വാതൊക്കെ പോയി നിന്നിട്ടുണ്ട്, ഗേറ്റ് കണ്ടിട്ടുണ്ട്. കൊച്ചിയില് ഈ സേറ്റനിക് ചർച്ച് ഉണ്ട്. ഒത്തിരി പേര്, വലിയ ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് അതിനകത്തെ മെമ്പേഴ്സുമാര്. യെസ്, സാത്താൻ ഉള്ളതാണ്. സാത്താനെ ബന്ധിച്ചിട്ടില്ല. അവൻ ഇന്ന് ഊടാടി നടക്കുന്നു. അവനെ സേവിച്ചാൽ ഒത്തിരി ബെനിഫിറ്റ്സ് കിട്ടും, മെറ്റീരിയൽ ബെനിഫിറ്റ്സ്. ഈ മെറ്റീരിയൽ ബെനിഫിറ്റ്സിനാണ് പോകുന്നത്. എനിക്ക് പേര് പറയാനൊക്കത്തില്ല. നമ്മുടെ ഇന്ത്യയിലെ പല സെലിബ്രിറ്റീസ്, ഫിലിം ആക്ടേഴ്സ് ഇതിന്റെ ആളുകളാണ്. One thing on the Oja board is that for the children it is very, very careful that you don't play with the spirit related games. Devil is working to penetrate the colleges and teenagers through these boards, but it is dangerous. Don't play with the spirit world. അവസാനം നിങ്ങളെ വിട്ട് പോകത്തില്ല. It is very dangerous. Oja board. The children who are not yet born again, of believing parents, if they die, where do they go? കുഞ്ഞുങ്ങള്, അതായത് രക്ഷിക്കപ്പെട്ട പേരൻസിന്റെ കുഞ്ഞുങ്ങള് രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവര് തിരിച്ചറിവുണ്ടാകുന്നത് വരെ അവരുടെ പാപത്തിന് പരിഹാരം ക്രൂശിൽ ദൈവം കർത്താവ് എണ്ണും. പാപം എണ്ണുന്നത് ഒരു വാക്യം, ഉൽപ്പത്തി പുസ്തകം, ജനസിസ്. Can you translate that? Yeah, Uncle took that words also, that conscience was there. No, I meant that question was answered. Is that Bible reference? That verse you want? No. Could you say what he said now in English? Turn with me. I'll tell. Turn with me to Genesis chapter 8. Genesis chapter 8. There is a verse proving when is sin accounted on a child. You read it in English, verse 21. Yes. And the Lord smelled a soothing aroma. Then the Lord said in his heart, I will never again curse the ground for man's sake, although the imagination of man's heart is evil from his youth. Imagination of man's heart is evil from his youth. From youth. We don't know the age, but scripture says there is an age of accountability. Accountability. When a child comes to accountability, then if he has not come to the Lord, he won't be saved. But if a child dies before that, he will be in heaven. Yes? Is this applicable to only believers' children or all children? I believe all children. Because he will have preeminence in everything. I believe more people will be in heaven than in hell. He will have preeminence. There are millions of children being aborted every year around the globe. I believe they will be resurrected and they will be seen in heaven. If it is so, he will have preeminence even in the number those who are saved through his cross. Last question. Yes. What about marriage relationships in New Jerusalem? New Jerusalem, it is not revealed, but only thing we know that there will be marriage. No, with your same spouse or? No, we are. It shows that he loves his wife. Yes. Our spirit is resurrected. Our spirit at death went up. Body at the resurrection of the body is much later. Yes. Then there is a union of the spirit and the Body. Now I am again Sam Lazar. Now I will go through millennium period as Sam Lazar. This body and spirit. Yes. I will then enter into the new Jerusalem, the new earth. As myself. Yes. And in the new earth, we are starting a human existence. Yes. So what I'm asking is there anything that we start a human existence again with
with the same spouses, yes. The problem is, not the problem, we as believers, we will not marry. We'll be changed, we will become like angels. We will not marry or give in marriage. We'll be a special group. Church is a fixed number. They will not increase. The people who are going through the world, if the rapture take place, we have gone. But the rest is here. They are the one who is multiplying. They have the same body. So, okay, so the church, the dispensation of the church is standalone. So, you are saying that the tribulation saints. Yes. Tribulation saints who pass on into the new earth, they will be the ones. They will be the one who is multiplying. But the new earth is a new dispensation. Even there, take Revelation chapter 21, verses 24. This is about new earth. He is speaking about new earth. 21, 24. And the nations of those who are saved shall walk in its light, and the kings of the earth bring their glory and honor into it. Yes. There will be even kings, even in the new earth. There will be redeemed Israel. There will be redeemed nations. And we will be living in New Jerusalem. These people are living outside Jerusalem. They will bring present to us and to the Lord inside the New Jerusalem. We will be living in New Jerusalem. These nations and the redeemed nations and the redeemed Israelites, they will be living outside. They are the one who is multiplying, marrying and giving in marriage. We won't marry. Our number is fixed. So will we serve in the new temple that will come? It is not revealed. We will be with the Lord. We will be with the Lord. Wherever He goes, we will be with Him. We will serve Him. Probably we will be serving Him even in the temple also. New temple that is going to come in millennium. Because we are the bride. Yeah. That's why Christ. Wherever He goes, we will be with Him. We are not going to rule not only this world. We will be ruling all the universe along with the Lord. Thank you very much. May the Lord bless you all. Thank you.